بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة بل زعمتم أن لن نجعل لكم موعدا ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا صدق الله العظيم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني ندعوك ربي تضرعا وتذللا بأسمائك الحسنى إليك توسلا ورسولك المختار ثم ذوي العلا من أهل بدر الأكرمين إلهنا عجل بفتح منك يا رحماننا يا أهل بدر كلكم كونوا لنا شفاع في تحصيلنا مأمولنا عند الإله الحاكم المرجو لنا شفعهم الدارين فينا ربنا عجل بفتح منك يا رحماننا عجل بفتح منك يا رحماننا عجل شفاء منك يا مولانا അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതും പറയുന്നതും കേൾക്കുന്നതും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, മശായിഖുമാർ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ എല്ലാവരുടെയും
ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ. ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള സംഘാടകർ, ഇതിൽ സംബന്ധിച്ചിട്ടുള്ളവർ, ഈ മഹല്ലത്തിൽ പള്ളികൾ, മദ്രസകൾ, മറ്റു ദീനീ സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ സ്ഥാപിക്കുകയും അതിനെല്ലാം പ്രവർത്തിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാർ, ഉമറാക്കൾ, പ്രവർത്തകന്മാർ എല്ലാവരുടെയും സഅയ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നാം ഓരോരുത്തരെയും അലട്ടുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത് ജീവിതത്തിൽ റാഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ. ആഖിബത്ത് നന്നായി മരിക്കുന്ന സൽജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലുടനീളം രഹസ്യമായും പരസ്യമായും അല്ലാഹുവിന് തഖ്വ ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി ഉപദേശിക്കുന്നു. കേരള മുസ്ലിം ജമാഅത്ത് SYS-SSF മാസ്തിക്കുണ്ട് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ മാസം തോറും നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസിൻ്റെ 20ാം വാർഷികത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയത്. വളരെയേറെ സന്തോഷമുള്ള ഒരു സന്ദേശമാണ് ഈ പ്രവർത്തകരിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. ഈ പരിപാടിക്ക് ഇവിടെ എത്തിയപ്പോൾ ഏകദേശം മാസങ്ങൾക്ക് മുൻപ് പരിപാടി പ്രവർത്തകന്മാർ ബന്ധപ്പെട്ടുകൊണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. നിരന്തരമായി അവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും നിർബന്ധമായി സംബന്ധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ആ അടിസ്ഥാനത്തിൽ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. കാലത്ത് 11 മണിക്ക് പുറപ്പെട്ട് 5:30-6 മണിയാകുമ്പോഴേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ വേദിയിൽ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നു, ഒരു ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രതീതി തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇതിൻ്റെ സംഘാടകർ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തിനാണാവോ ഇത്രയൊക്കെ വിപുലമായിട്ട് ഈ വേദി ഒരുക്കിയത് എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ പ്രതീക്ഷിക്കാത്ത, എന്നെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു മറുപടിയാണ് കിട്ടിയത്. അത് നാമൊക്കെ ഉൾക്കൊള്ളണം, നാമൊക്കെ പഠിക്കണം. നാം സംഘടിപ്പിച്ചിട്ടുള്ളത് ലോകത്തിൻ്റെ നേതാവ് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിൻ്റെ വാർഷികമാണ്. നിങ്ങൾ ഒരുമിച്ച് കൂടുന്നതിലും നിങ്ങൾ സംഘടിക്കുന്നതിലും സംഘടിപ്പിക്കുന്നതിലും ഏറ്റവും വലുത്
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സംഘടിക്കലും സംഘടിപ്പിക്കലുമാണ്. ഇത് വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനമാണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. സൂറത്ത് യൂനുസിൽ മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാം. തങ്ങൾ മനുഷ്യരോട് പറയുക, ബിഫദ്ലില്ലാഹി, അല്ലാഹു നൽകുന്ന ഔദാര്യത്തിൻ്റെ പേരിൽ, വബിറഹ്മതിഹി, അവൻ നൽകുന്ന അനുഗ്രഹത്തിൻ്റെ പേരിൽ, ഫൽ യഫ്റഹു, ജനങ്ങൾ സന്തോഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഫദ്ൽ ലഭിക്കുമ്പോൾ അതിൻ്റെ പേരിൽ സന്തോഷിക്കണം. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ പേരിലും സന്തോഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ തങ്ങളുപ്പാപ്പ പറഞ്ഞതുപോലെ ആദരവായ മുത്തു മുഹമ്മദ് മുസ്തഫ വലിയ കടപ്പാടാണ്. നമ്മിൽപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും ചെറിയ ഒരു കംപ്ലൈന്റ് ഒന്നുമില്ലല്ലോ, ഒരു കിണ്ണി തരുമോ, 35 ലക്ഷം തരാം. നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഈ ആരോഗ്യമുള്ള ശരീരത്തിലെ ആന്തരികാവയവങ്ങളിൽ നിന്നോ ബാഹ്യാവയവങ്ങളിൽ നിന്നോ ഏതെങ്കിലും ഒന്ന് തരുവാ? ഇല്ല. ഈ ഹ്യൂമൻ ബോഡിയെ പോലെ വിലപിടിപ്പുള്ളൊരു സാധനം വേറെ ഇല്ല. ഉണ്ടോ ഇത്ര വിലപിടിപ്പുള്ള സാധനം? ചോദിക്കട്ടെ, നമ്മിലൊരാൾക്ക് ഒരു തലവേദന വന്നു, അസഹ്യമായ തലവേദന. ആ തലവേദനയെക്കുറിച്ച് അതിൻ്റെ ചികിത്സ തേടി അങ്ങറ്റം വരെ പോയി. അവസാനം അതിൻ്റെ ചികിത്സക്ക് വേണ്ടിയിട്ട് 10 ലക്ഷം കൊടുക്കണം, അല്ലെങ്കിൽ 25 ലക്ഷം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവനവന്റെ സമ്പാദ്യം മുഴുവനും കൊടുത്തുകൊണ്ട് ചികിത്സിക്കാൻ തയ്യാറാകുമോ? താമസിക്കുന്ന വീട് വിറ്റുകൊണ്ട് ചികിത്സ തേടുമോ? സുബ്ഹാനല്ലാഹ്, അവന്റെ സമ്പാദ്യങ്ങൾ മുഴുവനും കൊടുത്തുകൊണ്ട് അള്ളാഹു അതിന് ചികിത്സിക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറാകൂലേ? എല്ലാം നമ്മൾ വിറ്റുകൊടുക്കൂ, ചികിത്സിക്കൂലേ? പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ആഭരണം കൊടുക്കൂലേ? നിന്റെ ഭൂമി കൊടുക്കൂലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള ഈ ആരോഗ്യത്തിന്റെ വില എത്രയാണെന്നറിയോ? 6-7 വർഷം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എനിക്ക് പരിചയമുള്ള രോഗിയെ കാണാൻ വേണ്ടി ചെന്നതാ. ആ രോഗിയെ ഞാൻ കണ്ടിങ്ങനെ തിരിച്ചു പോരുമ്പോ ഒരു 10-40 വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരു യുവാവുണ്ട് ഇരിക്കുന്നു. പ്രഥമ ദൃഷ്ടിയാ ആ മനുഷ്യനൊരു അസുഖമുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന രോഗിയെ സന്ദർശനം കഴിഞ്ഞിങ്ങ് പിരിഞ്ഞു പോരുമ്പോ ഇദ്ദേഹത്തിന്റെ കട്ടിലിന്റെ അരികിലെത്തിയപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണമെന്ന് പറയുകയാ. ചോദിച്ചു, നിങ്ങൾക്കെന്താ? മുസ്ലിം ചെറുപ്പക്കാരറിയണം, സഹോദരന്മാരറിയണം, സഹോദരിമാരറിയണം, എന്തേ നിങ്ങൾക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ വയനാട്ടിൽ മാനന്തവാടിക്കടുത്തുള്ളവനാ. 10-40ഓളം ദിവസമായി ഞാൻ ഈ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെത്തിയിട്ട് ഞാൻ ആരോഗ്യമുള്ളവനാ, കംപ്ലൈന്റ് ഉള്ളവനല്ല. എല്ലാ ദിവസവും നല്ല ഭാരിച്ച ജോലി ചെയ്തിരുന്നവനാ. വലിയ മരങ്ങൾ മരവെട്ടുന്ന ജോലിയാ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പതിവ് പോലെ ഞാൻ ഒരു ദിവസം വനത്തിലേക്ക് മരം വെട്ടി ജോലിക്ക് വേണ്ടി പോയി. വൈകുന്നേരമായപ്പോൾ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് എൻ്റെ പണിയൊക്കെ നിർത്തിയിട്ട് തൊട്ടടുത്തുള്ള ജലസ്രോതസ്സിൽ ചെന്നുകൊണ്ട് ഞാൻ കുളിച്ചതാ. കുളിച്ചതിന് ശേഷം ഞാൻ ഉടുത്തിരിക്കുന്ന മുണ്ടഴിച്ചിട്ട് ആ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ആ മുണ്ട് ശരിക്കൊന്ന് പിഴിഞ്ഞതാ. പിഴിഞ്ഞിട്ട് എൻ്റെ 2 കൈ കൊണ്ടൊന്ന് കുടഞ്ഞതാ.
കുടഞ്ഞ സമയത്ത് എൻ്റെ കയ്യിനെന്തോന്ന് സംഭവിച്ചു എന്നറിയില്ല. ചെറിയ തോതിൽ എനിക്ക് വേദന വന്നു. തൊട്ട് ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് എൻ്റെ കയ്യിൻ്റെ വേദന കൂടി വന്നു. ഞാൻ തൊട്ടടുത്ത ഹെൽത്ത് സെൻ്ററിൽ പോയി താൽക്കാലികമായി ആശ്വാസത്തിന് മെഡിസിൻ വാങ്ങി. പിറ്റേന്ന് നേരം വെളുത്തപ്പോഴേക്ക് എൻ്റെ കൈ പൊക്കാൻ പറ്റുന്നില്ല. എൻ്റെ കയ്യിൽ എന്തെന്നില്ലാത്ത വേദനയാ. ഞാൻ മാനന്തവാടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടി. 1-2 ദിവസം ഞങ്ങൾ മാറി മാറി ഡോക്ടർമാരെ പരിശോധിച്ചു. ആകുന്ന ടെസ്റ്റുകൾ മുഴുവനും ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞു. എൻ്റെ കൈ പൊക്കാൻ പറ്റുന്നില്ല, കയ്യിൻ്റെ വേദന നിൽക്കുന്നില്ല. അവസാനം അവിടുത്തെ ഡോക്ടർമാരുടെ എഴുത്തുമായിട്ട് ഈ മെഡിക്കൽ കോളേജിലേക്ക് സെലക്ട് ചെയ്തതാ. ഇവിടെ വന്നിട്ട് വിദഗ്ധരായ ഡോക്ടർമാർ മുഴുവനും ഒരുമിച്ച് കൂടിയിട്ട് എന്നെ പരിശോധിച്ചതാ. എല്ലാ ചെക്കപ്പുകളും കഴിഞ്ഞു, എല്ലാ മെഡിസിനും തന്നു, എല്ലാ അർത്ഥത്തിനും ചികിത്സ. ഇന്ന് വരെ എൻ്റെ കയ്യിനെന്ത് പറ്റിയെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. എൻ്റെ കൈ പൊക്കിയിട്ടില്ല. ഇന്നും എൻ്റെ കാര്യത്തിൽ തീരുമാനത്തിലായിട്ടില്ല. ഞാൻ ചോദിക്കുന്നു, മുസ്ലിമേ, ഞാനും നീയും ഈ കൈ കൊണ്ട് എന്തെല്ലാം ചെയ്യുന്നു, എത്രയൊക്കെ പൊക്കുന്നു, എന്തെല്ലാം കൈ കൊണ്ട് പ്രവർത്തിക്കുന്നു. ശത്രുവിനെ തഴുകാൻ നമുക്ക് ഈ കയ്യാ, ഈ ശത്രുവിനെ തൊഴിക്കാൻ നമുക്ക് ഈ കയ്യാ, മിത്രത്തെ തഴുകാൻ നമുക്ക് ഈ കയ്യാ, ബാറ്റ് പിടിക്കാൻ നമുക്ക് ഈ കയ്യാ, കള്ളു കുടിക്കാനും നമുക്ക് ഈ കയ്യാ. ഈ കൈ കൊണ്ട് എന്തെല്ലാം ചെയ്യും. മൊബൈൽ കൊണ്ട് കളിക്കാൻ നമുക്ക് ഈ കയ്യാ. ഈ കൈയൊന്ന് പൊക്കാൻ പറ്റാത്ത അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സുബ്ഹാനല്ലാഹ്. ഈ കയ്യൊന്ന് പൊക്കാൻ പറ്റില്ല എന്ന് വരികയാണെങ്കിൽ നിന്റെ സമ്പാദ്യം മുഴുവനും കൊടുത്തുകൊണ്ട് ചികിത്സിക്കുക ഒരാളും ബാധിച്ചിട്ടില്ലല്ലോ. ഈ സൂര്യനാണ് ഇവയൊക്കെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നില്ലല്ലോ. സൃഷ്ടിച്ചത് സർവാധിനാഥനായ റബ്ബാ. ഇല്ലായ്മയിൽ നിന്നെ സൃഷ്ടിച്ചത്, നിന്റെ ഹൃദയം സൃഷ്ടിച്ചത്, നിന്റെ ഈ ബോഡി സൃഷ്ടിച്ചത്, നിനക്ക് എല്ലാം തന്നത് സൃഷ്ടിച്ച റബ്ബാ. ഈ റബ്ബിനോട് നിനക്ക് നന്ദിയുണ്ടോ? ഈ റബ്ബിനെ പറ്റി ചിന്തയുണ്ടോ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഈ റബ്ബിനോട് വല്ല കടപ്പാടുണ്ടോ? ഈ റബ്ബിനോട്, ഈ ഡോക്ടറോട് കാണിക്കുന്ന നന്ദിയെങ്കിലും, ഡോക്ടറോട് കാണിക്കുന്ന ആദരവെങ്കിലും, ഈ ഡോക്ടറോട് കാണിക്കുന്ന അനുസരണമെങ്കിലും, ഈ ഡോക്ടറോട് കാണിക്കുന്ന ഒരു കടപ്പാടെങ്കിലും നിന്റെ സൃഷ്ടിച്ച റബ്ബിനോട് നിനക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, റബ്ബിനെ പറ്റി ചിന്തയുണ്ടെങ്കിൽ, ഈ റബ്ബിനോട് നിനക്ക് ബോധമുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഫത്തബിഊനി. അല്ലാഹുവിന്റെ റസൂലിനെ ഫോളോ ചെയ്യലാ, മുത്തുനബിയെ പറ്റി പറയലാ, മുത്തുനബിയെ പറ്റി പഠിക്കലാ, മുത്തുനബിയെ പിന്തുടരലാ, ആ റസൂലുള്ളാഹിനെ ഫോളോ ചെയ്ത് ജീവിക്കലാ. എന്നാൽ യുഹിബ്ബുക്കുമുല്ലാഹ്, സൃഷ്ടിച്ച റബ്ബ് നിന്നെ അംഗീകരിക്കുന്നത്, നന്ദിയുള്ളവനായിട്ട് പരിഗണിക്കുന്നത്, അവന്റെ ഇഷ്ടവും പൊരുത്തവും നിനക്ക് കിട്ടുന്നത്, അരുതായ്മകളും നന്ദിയാകുമോ? കടപ്പാട് വിടുമോ? ചെറുപ്പക്കാരാ, ഈ പരിവരുത്ത ശരീരം നിനക്കു തന്നതാരാ? ഈ ശരീരത്തിന് സൗന്ദര്യം തന്നതാരാ? പെങ്ങളെ, നിന്റെ മുടിക്കിത്ര നീളം തന്നതാരാ? നിന്റെ ചുണ്ടിന് ചുവപ്പ് തന്നതാരാ? നിന്റെ കണ്ണിലെ കൃഷ്ണമണിക്ക് നല്ല കറുപ്പും തൊട്ടടുത്ത് നല്ല വെളുപ്പും അതിനോടൊപ്പം ഈ ആകർഷണീയമായ കണ്ണാരാ നിനക്ക് തന്നത്? പെണ്ണുങ്ങൾക്ക് കണ്ണെന്തൊരാകർഷണീയതയുള്ള കണ്ണുകളാ. ഈ മിനുമിനുത്ത ശരീരം നിനക്കു തന്നതാരാ? ഈ കണ്ടാൽ ഒരിക്കൽ നോക്കിയാൽ വീണ്ടും വീണ്ടും നിന്നിലേക്ക് മാറി മാറി നോക്കാൻ കാരണമാകുന്ന രൂപത്തിൽ നിന്റെ മുഖത്തിന് സൗന്ദര്യം തന്നതാരാ? ഇതെല്ലാം തന്നൊരു റബ്ബുണ്ടല്ലോ, ഒരു സൃഷ്ടിച്ച സൃഷ്ടാവുണ്ടല്ലോ. ആ സൃഷ്ടാവിനോടൊരു ബാധ്യതയുണ്ടല്ലോ. ആ ബാധ്യത നിങ്ങൾ നിർവഹിക്കുന്നവരാണോ? ആ ബാധ്യത നിങ്ങൾ നിറവേറ്റുന്നവരാണോ? നിങ്ങൾ ചെയ്യേണ്ടതെന്താ? എന്റെ ഹബീബ് മുത്ത് മുഹമ്മദ്
മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഫോളോ ചെയ്യല. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. ഞാനും നിങ്ങളുമൊക്കെ പുരുഷന്മാര് കാലച്ചെറുപ്പത്തിൽ മാർക്ക കല്യാണം, സുന്നത്ത് കല്യാണം നടത്തിയിട്ട് തൊട്ടടുത്ത വെള്ളിയാഴ്ച കാരണവരുടെയോ അല്ലെങ്കിൽ ഉപ്പയുടെയോ മൂത്താപ്പയുടെയോ ഏതെങ്കിലും കുടുംബത്തിൽപ്പെട്ട മുതിർന്നവരുടെ കൈപിടിച്ചുകൊണ്ട് പള്ളിയിൽ വന്നിട്ടില്ലേ? ആദ്യമായിട്ട് ജുമുഅത്ത് പള്ളിയിൽ വന്നൊരു ദിവസമില്ലേ? ആദ്യമായിട്ട് മെഹ്റാബ് കണ്ടൊരു ദിവസമില്ലേ? ആദ്യമായിട്ട് മിമ്പർ കണ്ടൊരു ദിവസമില്ലേ? പള്ളിയിലെ ആ സുന്ദരമായിരിക്കുന്ന സെറ്റപ്പുകളൊക്കെ കണ്ടിട്ടുള്ളൊരു ദിവസമില്ലേ? അന്ന് മുതൽക്ക് ഖതീബ് ഓതുന്നത് കേട്ടിട്ടില്ലേ? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹും അവന്റെ മലക്കുകളും ഈ നബിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഈ നബിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു, ഈ നബിയുടെ അനുഗ്രഹം, ഈ നബിയുടെ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. സനഉഹു ഇൻദൽ മലായിക. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിൽ ഖാല അബുൽ ആലിയ തങ്ങളെ തഫ്സീർ കാണാ, അല്ലാഹു അവന്റെ മലക്കുകളോട് ഈ നബിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാ, ഈ നബിയുടെ പൊലിമകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാ, ഈ നബിയെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹുവിൽ വിശ്വാസമുള്ളവരോട്, സൃഷ്ടിച്ച റബ്ബിൽ വിശ്വാസമുള്ളവരോട്, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും താരകങ്ങളും ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും സൃഷ്ടാവായ റബ്ബുൽ ഇസ്സത്തിന്റെ സൃഷ്ടിയാ എന്ന ചഞ്ചലമായി വിശ്വസിക്കുന്ന വിശ്വാസികളെ, സല്ലു അലൈഹി, നിങ്ങൾ ആ മുത്തുനബിക്ക് പ്രാർത്ഥന നടത്തണം. ആ നബിയുടെ മേൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ആ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കാണ് മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറയുന്നത്. അല്ലാഹുവേ, മുത്തുനബിക്ക് നീ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി എന്തെല്ലാം ഗുണങ്ങൾ നീ ചെയ്യാൻ പോകുന്നുണ്ട്, എന്തെല്ലാം അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്, എന്തെല്ലാം ബഹുമാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, എന്തെല്ലാം ആദരവുകൾ കൊടുത്തിട്ടുണ്ട്, ഇനി എന്തെല്ലാം ഖിയാമത്ത് നാളിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതൊക്കെ മുത്തുനബിക്ക് കൊടുക്കണേ, കൊടുക്കണേ, കൊടുക്കണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കാണ് മുഅ്മിനീങ്ങളെ സ്വലാത്ത് എന്ന് പറയുന്നത്. അല്ലാഹ്, നമ്മൾ മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? മുത്തുനബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ്. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുക? അല്ലാഹു മുത്തുനബിക്ക് നൽകാൻ, ഗുണങ്ങൾ നൽകാൻ, ബഹുമാനങ്ങൾ നൽകാൻ, സ്ഥാനമാനങ്ങൾ നൽകാൻ, ശ്രേഷ്ഠതകൾ നൽകാൻ, ഉന്നതമായ പവറുകൾ നൽകാൻ അല്ലാഹു നമ്മൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും നൽകുന്നത്. പക്ഷേ നാളെ മുത്തുനബിക്ക് ലഭിക്കുമ്പോൾ ഈ ഉമ്മത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന് എന്തെല്ലാം പദവികളും സ്ഥാനങ്ങളും റബ്ബ് കൊടുക്കുന്നുണ്ടോ, എന്തെല്ലാം ബഹുമാനങ്ങൾ നൽകുന്നുണ്ടോ, അതിലെല്ലാം അവിടുത്തെ ഉമ്മത്തിനെയും പങ്കു ചേർക്കണമെന്ന് മുത്തുനബിക്ക് നിർബന്ധമുള്ളതാ. അതിന് റബ്ബിനോടൊന്ന് പറയാൻ, റബ്ബിനോടൊന്ന് ആവശ്യപ്പെടാൻ, ഈ പവിത്രമായ സ്ഥാനങ്ങളും മാനങ്ങളും ശ്രേഷ്ഠതകളും ബഹുമാനങ്ങളും എനിക്ക് തരാൻ എൻ്റെ ഉമ്മത്ത് പ്രാർത്ഥിച്ചത്, ഇന്നാലിന്നവൻ പ്രാർത്ഥിച്ചത്, അവനെയും കൂടി ചേർക്കണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ നമുക്ക് വേണ്ടി പറയാനുള്ള ഒരവസരത്തിന് വേണ്ടിയാണ് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥനയില്ലാതെ ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഒരു പ്രായപൂർത്തിയെത്തിയ മുസ്ലിമായ സ്ത്രീയും പുരുഷനും നിർബന്ധമായി 5 വഖ്ത് നിസ്കരിക്കണം. അത് പടച്ച റബ്ബിന് ചെയ്യുന്ന നന്ദിയാ, സൃഷ്ടിച്ച റബ്ബിനോടുള്ള നന്ദിയാ. ആ സൃഷ്ടിച്ച റബ്ബിനോടുള്ള നന്ദി വീട്ടുന്നതിന് 5 വഖ്ത് നിസ്കരിച്ചിരിക്കണം. ഈ 5 വഖ്ത് നിസ്കരിക്കുമ്പോഴും അല്ലാഹുവിൻ്റെ റസൂലിന് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? മുത്തുനബിക്ക് പ്രാർത്ഥിക്കാൻ
നിസ്കരിക്കാത്ത നിസ്കാരം അല്ലാഹുവിന് വേണ്ട. അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരത്തിന് പറയുന്ന അറബിയിൽ പേര്, അതിന്റെ പേര് മക്കളെ സ്വലാത്ത് എന്നാണ്. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ പേരും അതും സ്വലാത്ത് എന്നാണ്. രണ്ടിന്റെയും പേര് സ്വലാത്ത് എന്നാണ്. അല്ലാഹു ചെയ്യുന്ന നിസ്കാരത്തിന്റെ പേര് സ്വലാത്ത് എന്നാണ്. നബിക്ക് നടത്തുന്ന പ്രാർത്ഥനയുടെ പേരും സ്വലാത്ത് എന്നാണ്. പക്ഷേ അല്ലാഹു തആലക്കുള്ള സ്വലാത്ത്, അല്ലാഹു ചെയ്യുന്ന സ്വലാത്ത്, അത് സ്വീകരിക്കാൻ, അത് കുറ്റമറ്റതാവാൻ, അത് റബ്ബ് പരിഗണിക്കാൻ മുത്തുനബിക്ക് സ്വലാത്ത് വേണം. മുത്തുനബിക്ക് സ്വലാത്ത് ഇല്ലാതെ, മുത്തുനബിക്ക് പ്രാർത്ഥനയില്ലാതെ നീ സൃഷ്ടിച്ച റബ്ബിന് 1000 കൊല്ലം സുജൂദ് ചെയ്താലും റബ്ബിനത് വേണ്ട, റബ്ബത് പരിഗണിക്കൂല. അതേ സമയത്ത് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള സ്വലാത്ത്, തങ്ങൾക്കുള്ള പ്രാർത്ഥന, അത് സ്വീകരിക്കപ്പെടാൻ, അത് പരിഗണിക്കപ്പെടാൻ, അത് അംഗീകരിക്കപ്പെടാൻ അല്ലാഹുവിന്റെ സ്വലാത്തിലൂടെ ആവണമെന്ന് നിർബന്ധമില്ല. ഞാൻ ചോദിക്കുന്നു, മോനെ, നിനക്ക് ബുദ്ധിയുണ്ടോ? നിനക്ക് തിരിച്ചറിവുണ്ടോ? നിനക്ക് ബോധമുണ്ടോ? അല്ലാഹുവിന്റെ സ്വലാത്താണോ വലുത്? മുത്തുനബിന്റെ സ്വലാത്താണോ വലുത്? അല്ലാ, മുത്തുനബിന്റെ സ്വലാത്താ, മുത്തുനബിന്റെ പ്രാർത്ഥനയാ, മുത്തുനബിക്കുള്ള പ്രാർത്ഥനയാ. അതിനോളം വലിയൊരു സംഗതി ഇനി ചെയ്യാനില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട്, എൻ്റെ പ്രവർത്തകന്മാരെന്നോട് പറഞ്ഞത് മശ്റയെ പറ്റി പ്രസംഗിക്കാനാണ്. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു പോയതാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മശ്റ എന്നൊരു ലോകമുണ്ടല്ലോ. ആ മശ്റയിലേക്ക് നമ്മയൊക്കെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമല്ലോ. മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും തമ്മിലുള്ള വ്യത്യാസം 5 വഖ്ത് നിസ്കരിക്കുന്നതിൽ മാത്രമല്ലല്ലോ, റമദാനാകുമ്പോൾ നോമ്പെടുക്കുന്നതിൽ മാത്രമല്ലല്ലോ, ഹജ്ജ് ചെയ്യുന്നതിൽ മാത്രമല്ലല്ലോ. ഒരു മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ഏതാണെന്നറിയോ? ഈ ഉയർത്തെഴുന്നേൽപ്പില. അമ്മ യതസഅലൂൻ അനിൻ നബഇൽ അളീം الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون. ഇനി നോക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും വലിയ വിരോധം മക്കാ മുശ്രിക്കീങ്ങൾക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂജഹലിന് എന്തൊരു വിരോധമാണ്. ഉത്ബത്തിനും ശൈബത്തിനും അബൂലഹബിനും ആ കാലഘട്ടത്തിലുള്ള മക്ക മുശ്രിക്കീങ്ങൾക്ക് തങ്ങളോട് എന്തൊരു എതിർപ്പായിരുന്നു. എന്നു മുതൽ അല്ലാഹുവിൻ്റെ റസൂൽ ഇസ്ലാമിൻ്റെ പ്രബോധനം തുടങ്ങിയത് മുതൽ അതുവരേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പ്രിയപ്പെട്ടവനാണ്. മക്കയിലെ ആബാലവൃതം ജനങ്ങൾക്കും അല്ലാഹുവിൻ്റെ റസൂൽ കണ്ണിലെ കൃഷ്ണമണിയാണ്. അൽ അമീൻ എന്നല്ലാതെ മുത്തുനബിനെ അവർ വിളിച്ചിട്ടില്ല. മക്കയിലുള്ള ഒരാൾ പോലും അല്ലാഹുവിൻ്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് മുഹമ്മദ് എന്ന് പേര് വിളിച്ചിട്ടില്ല. ഒരാളും റസൂലുള്ളാഹിനെ എതിർത്തിരുന്നില്ല. ഒരാളും മുത്ത് റസൂൽ പറഞ്ഞാൽ കേൾക്കാത്തവരില്ല. ആ ഹബീബിനെ അംഗീകരിക്കാത്തവരില്ല, ആദരിക്കാത്തവരില്ല. തങ്ങൾ പറഞ്ഞാൽ തീരാത്ത പ്രശ്നം മക്കയിലില്ല. അത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പ്രിയപ്പെട്ടവനാണ്. എത്രത്തോളം അല്ലാഹുവിൻ്റെ റസൂൽ അവിടുത്തെ പ്രിയപ്പെട്ട മൂത്താപ്പയല്ലേ അബൂലഹബ്, വിശുദ്ധ ഖുർആൻ കൊണ്ട് ശപിക്കപ്പെട്ട അബൂലഹബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്ര സ്നേഹിച്ചിരുന്നവരാ. എത്രത്തോളം അബൂലഹബിന് മുത്ത് മുഹമ്മദ് മുസ്തഫ കണ്ണിലെ കൃഷ്ണമണിയായിരുന്നു. ഹബീബ് പ്രസവിക്കപ്പെട്ടു എന്ന് കേട്ട സമയത്ത് തൻ്റെ ആ സുവിശേഷം അറിയിച്ചതിൻ്റെ പകരമായി തൻ്റെ പ്രിയപ്പെട്ട ദാസി സുവൈബത്തുൽ അസ്ലമിയയെ അതിൻ്റെ പേരിലാ ഈ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചിരുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ
പ്രസവിക്കപ്പെട്ടു എന്ന ആ സന്തോഷ വാർത്ത അറിയിച്ചതിൻ്റെ പേരിലാണ്. അതേ സമയത്ത് മക്കയിലെ എല്ലാവർക്കും തങ്ങൾ പ്രിയപ്പെട്ടവനാണ്, തങ്ങൾ ഇഷ്ടപ്പെട്ടവനാണ്, തങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്തവരാണെന്ന് മക്കയിലില്ല. അത്രമാത്രം സ്നേഹിച്ചിരുന്ന, ആദരിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന മക്കാ മുശ്രിക്കീങ്ങൾ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്ര കണ്ട് വെറുത്തു, എത്ര കണ്ട് മുത്തുനബിനെ എതിർത്തു. അവിടുത്തെ തലയെടുത്ത് കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം കൊടുക്കാമെന്നവരെ പ്രഖ്യാപിച്ചു. ഹബീബായ മുത്തുനബി അവരെ നാടുകടത്തി. കഅബാലയത്തിന്റെ സമീപത്ത് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാല് പിടിച്ച് തള്ളിയിട്ട് അല്ലാഹ് ഇതുപോലത്തെ കല്ലുകളും മുള്ളുകളുമുള്ള മത്താഫിൽ കൂടി ഹബീബായ മുത്തുനബിന്റെ കാലിൽ കയറ് കെട്ടി ആ മുഖം നിലത്തു കുത്തിയിട്ടവർ വലിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, ഇന്നത്തെ തവാഫ് ഇങ്ങനെയാവട്ടെ മുഹമ്മദേ, ഇന്ന് ഇങ്ങനെയാവട്ടെ നിന്റെ തവാഫ്. ഏതെല്ലാം അക്രമങ്ങളാ തങ്ങൾക്കെതിരിൽ അവർ അഴിച്ചു വിട്ടത്, എന്തെല്ലാം ക്രൂരതകളാ തങ്ങളോട് അവർ ചെയ്തത്, എന്തെല്ലാം ക്രൂരതകളാ തങ്ങളോട് കാണിച്ചത്. 3 വർഷത്തോളം അള്ളാഹുവിന്റെ റസൂലിന് റേഷൻ കൊടുത്തില്ല, അരി കൊടുത്തില്ല, മനുഷ്യർ കഴിക്കുന്ന ആഹാരങ്ങൾ കൊടുത്തില്ല. അബൂ താലിബിൽ അള്ളാഹുവിന്റെ റസൂലും കുടുംബവും കഴിയുമ്പോൾ ദീർഘമായ 3 കൊല്ലം അതേ കാട്ടിലെ പച്ചിലകളും കായകളും കഴിച്ചുകൊണ്ടാ ജീവിച്ചത്. സ്വഹാബത്ത് ആടുകൾ കാട്ടിക്കും പോലെയാ ഞങ്ങളിൽ ഓരോരുത്തരും കാട്ടിച്ചിരുന്നത്. ഇലകൾ പച്ചിലകൾ തിന്നതിൻ്റെ പേരിൽ, കാട്ടിലെ കായകൾ ഭക്ഷിച്ചതിൻ്റെ പേരിൽ ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ദീർഘമായ 3 കൊല്ലം അള്ളാഹുവിൻ്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നിയാകുന്ന ബീവി ഖദീജ ആ രൂപത്തിൽ രോഗം പിടിപെട്ടുകൊണ്ട് മരണപ്പെട്ടതാ. അവിടുത്തെ മരണത്തിന് കാരണമായി തീർന്നത് ആ രൂപത്തിലുള്ള പട്ടിണിയും കഷ്ടപ്പാടുമായിരുന്നു. ഇരിക്കട്ടെ, ഇതെല്ലാം തങ്ങളോടവർ കാണിച്ചതെന്തിനാ? അല്ലാഹും ബദറും ഹന്തക്കും ഹുദും സീസണ സമരങ്ങൾ മുഴുവനും തങ്ങളോട് ചെയ്തതെന്തിനാ? നാടുകടത്തിയതെന്തിനാ? അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇന്നക ലമജ്നൂൻ, നിനക്ക് തലക്കു ഭ്രാന്താ മുഹമ്മദേ എന്ന് പറഞ്ഞതെന്തിനാ? കുട്ടികളെ കൊണ്ട് കല്ലെറിയിപ്പിച്ചതെന്തിനാ? അവിടുത്തെ ശിരസിൽ കല്ലിന്റെ ഏറേറ്റിട്ടിതാ തുടിയുടാ രക്തം ഒഴുകിയില്ലേ? ത്വായിഫിന്റെ മലയിടുക്കുകൾക്കിടയിൽ അള്ളാഹുവിന്റെ റസൂൽ തളർന്നിരുന്നു പോയില്ലേ? ഇതൊക്കെ എന്തിനാ? പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, നിനക്ക് തിരിച്ചറിവ് വേണം. 5 വഖത്ത് നിങ്ങളൊക്കെ നിസ്കരിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ അല്ല, നിങ്ങൾ വിശുദ്ധ റമദാനിൽ പട്ടിണി കിടന്ന് നോമ്പെടുക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ അല്ല, നിങ്ങളെ സമ്പത്തിന്റെ 2.5% സക്കാത്തായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ അല്ല, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ വിശുദ്ധ കഅബാലയത്തിൽ വന്ന് ഹജ്ജും ഉംറയും ചെയ്യണം ഇതിന്റെ പേരിൽ അല്ല, നിങ്ങൾ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിലല്ല, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിലല്ല, നിങ്ങൾ പലിശ വാങ്ങരുത് കൊടുക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിലല്ല. പിന്നെ എന്തിനാ? അള്ളാഹുവിന്റെ റസൂലിനോട് ഇവർക്ക് ഏറ്റവും കൂടിയ വിരോധം, വെറുപ്പും എതിർപ്പും എന്താണെന്നറിയുമോ? ഈ പ്രപഞ്ചം എല്ലാം തകരാൻ പോകുന്നുണ്ട്. ഈ എല്ലാ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും തകർന്ന് തരിപ്പണമാകുന്ന ഒരു ദിവസമുണ്ട്. ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞില്ലേ, വയൗമ നുസയ്യിറുൽ ജിബാല വതറൽ അർള ബാരിസതൻ വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദാ. വിദൂരമല്ലാത്തൊരു ഭാവിയിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാം തകർന്ന് തരിപ്പണമാകുന്നത് സൂറന്ന കാളത്തിൽ ഇസ്രാഫീൽ എന്ന മലക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്ന കാളം. ഈ കാളത്തിൽ കൂടി അള്ളാഹുവിന്റെ അനുമതി ലഭിക്കുമ്പോൾ ഈ മലക്കങ്ങ് ഊതിയാൽ ഈ ഭൂമിയിലുള്ള എല്ലാം തകർന്നു പോകും, എല്ലാം തരിപ്പണമാകും. പർവ്വതങ്ങൾ ഉന്നം പോലെ പാറിപ്പറക്കും. ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും നശിച്ചു പോകുന്നത്, എല്ലാ കെട്ടിടങ്ങളും തകർന്നു പോകുന്നത്, എല്ലാ
പർവ്വതങ്ങളും പാറിപ്പോകുന്നതാ. വതറൽ അർള ബാരിസതൻ, ഈ ഭൂമിയെ വിശാലമായ ഒരു മൈതാനമായി നിങ്ങൾക്ക് കാണാവുന്നതാ. ഇല്ലാ കുന്നുകളുണ്ടാവില്ല, കുഴികളുണ്ടാവില്ല, എല്ലാം തകർന്നു പോകും, എല്ലാവരും മരിച്ചു പോകും. മനുഷ്യർ മരിക്കും, ജിന്നുകൾ മരിക്കും, മൃഗങ്ങൾ മരിക്കും, പക്ഷികൾ മരിക്കും, സർവ്വ എല്ലാ ജീവജാലങ്ങളും, സമുദ്രത്തിലെ മത്സ്യങ്ങൾ മുഴുവനും മരിക്കും. എല്ലാം തകർന്ന് ഈ ഭൂമി മുഴുവനും ഒരു മൈതാനമായി തീരും. അങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട്. വിജനമായി നിങ്ങൾക്ക് കാണാം. അല്ലാഹ് ഒരു കുന്നില്ല, കുഴിയില്ല, കെട്ടിടങ്ങളില്ല, വൃക്ഷങ്ങളില്ല, ഒരു വിശാലമായിരിക്കുന്ന മൈതാനം. ആ മൈതാനത്തിൽ മഹാനായ ഇസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ വരുന്നു. പടച്ച റബ്ബിന്റെ മുൻപിൽ വന്നുകൊണ്ട് ഇങ്ങനെ പെടഞ്ഞു നിൽക്കുന്നു. പേടിച്ചരണ്ട് നിൽക്കുന്ന ഇസ്രാഈലിനോട് റബ്ബിന്റെ ചോദ്യം, ഇസ്രാഈൽ, ഇനി ആരാണ് ബാക്കിയുള്ളത് മരിക്കാത്തതായിട്ട്? ദാത്തുക്കൽ മുഖദ്ദസ്, നിന്റെ പരിശുദ്ധമായ ദാത്തിനൊന്നും പറ്റിയിട്ടില്ല. മാത്രമല്ല മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ മരിച്ചിട്ടില്ല. ഏഴാകാശങ്ങൾക്ക് ചുമതലയുള്ള, ഭൂമിയുടെ ചുമതലയുള്ള മീകായിൽ മരിച്ചിട്ടില്ല. സൂറന്ന കാഹളം കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇസ്രാഫീൽ മരിച്ചിട്ടില്ല. ഈ പാവപ്പെട്ട ഇസ്രായീൽ മരിച്ചിട്ടില്ല. സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് പറയും, പറ്റില്ല, എല്ലാവരും മരിക്കണം. ജിബ്രീൽ മരിക്കണം, മീകായിൽ മരിക്കണം, ഇസ്രാഫീൽ എന്ന മലക്കും മരിച്ചേ പറ്റൂ. സൂറന്ന കാഹളം ഒരു ഭാഗത്തേക്ക് എറിഞ്ഞും കൊണ്ട് ഇസ്രാഫീൽ എന്ന മലക്ക് മരിച്ചു വീഴുന്നത്. ബഹുമാനപ്പെട്ട ജിബ്രീൽ മരിക്കുന്നു, മീകായിൽ മരിക്കുന്നു. അസ്രായീൽ അലൈഹിസ്സലാം വിറച്ചുകൊണ്ട് റബ്ബിന്റെ മുൻപിലെത്തുമ്പോൾ ചോദിക്കുന്നു, ഇനി ആരുണ്ട്? ദാത്തുക്കൽ മുഖദ്ദസ്, നിന്റെ പരിശുദ്ധമായ ദാത്തിനൊന്നും സംഭവിക്കില്ല. ഈ പാവപ്പെട്ട അസ്രായീലുണ്ട്. നിമിഷ നേരം കൊണ്ട് മരിച്ച് മയ്യിത്താകാൻ പോകുന്ന അസ്രായീലുണ്ട്. അസ്രായീലിന്റെ ആത്മാവിനെ റബ്ബങ്ങി പിടിക്കുന്നു. അത് പിടിച്ചു കഴിഞ്ഞാൽ അല്ലാഹ് കുല്ലുമൻ അലൈഹാ ഫാൻ, ഈ ഭൂമിയുടെ മുകളിലുള്ള മുഴുവനും നശിച്ചു പോയി. യബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, മനുഷ്യരില്ല, മലക്കുകളില്ല, ജിന്നുകളില്ല, പക്ഷികളില്ല, പറവകളില്ല, മത്സ്യങ്ങളില്ല, എല്ലാം നശിച്ചു പോയി. ഒരു വൈറസ് പോലുമില്ല, ബാക്ടീരിയ ഇല്ല. ആ രൂപത്തിൽ എത്ര കാലം നിൽക്കുമോ? മഹാനായ അബൂ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, 40 എന്ന് തങ്ങൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. 40 കൊല്ലമാണെന്നറിയില്ല, 40,000 കൊല്ലമാണോ എന്നും അറിയില്ല. 40 എന്ന് തങ്ങൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ആ 40 കൊല്ലം കഴിയുമ്പോ ആദ്യമായിട്ട് അല്ലാഹു തആല ഉയർത്തി എഴുന്നേൽപ്പിക്കുന്നത് ആരെയാണ്? മഹാനായ ഇസ്രാഫീൽ എന്ന മലക്കിനെയാ. ഈ മലക്കിനെ എഴുന്നേൽപ്പിച്ചിട്ട് ഈ സൂറന്ന കാഹളം വീണ്ടും തന്റെ കയ്യിൽ കൊടുക്കുന്നു. ഈ സൂറന്ന കാഹളത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ തട്ടി നിൽക്കുന്നൊരു കാളമാണ്. ഈ കാളത്തിൽ കോടിക്കണക്കിന് ചെറിയ ചെറിയ ഹോളുകളാണ്. തേനീച്ചക്കൂടിനകത്തുള്ള പലകയ്ക്കുള്ള ഹോള് പോലത്തെ ചെറിയ ഹോളുകളാ. ഈ ഹോളുകളിൽ മുഴുവനും പരിശുദ്ധ മനുഷ്യന്മാരുടെ അർവാഹുകളാ. ഒന്നാമത്തെ ഊത്തൂതിയപ്പോ ഈ ഭൂമിയിൽ കൂടി പാറിപ്പറന്നുകൊണ്ടിരുന്ന സർവ അർവാഹുകളും ഈ കാളത്തിൽ ചെന്നൊളിച്ചതാ.
അർവാഹുകൾ നശിക്കുന്നില്ല. അർവാഹുകൾ ഈ കാളത്തിൽ ചെന്നൊളിച്ചതാണ്. രണ്ടാമത് ഇസ്രാഫീൽ എന്ന മലക്ക് ഈ കാളത്തിൽ അങ്ങ് ഊതുമ്പോ അർവാഹുകൾ മുഴുവനും പാറിപ്പറന്ന് വരികയാണ്. വൈകുന്നേര സമയത്ത് തുമ്പികളും പാറ്റകളും പറക്കുന്നത് കണ്ടില്ലേ? ഇതുപോലെ അർവാഹുകൾ കുനുകുനേ പാറിപ്പറന്ന് വരുന്നു. ആകാശത്തുനിന്ന് ശക്തമായിട്ട് മഴ വർഷിക്കുന്നു. മഴ വർഷിച്ച് ഭൂമി മൊത്തം കുതിരുന്നു. ഈ കുതിർന്ന ഭൂമിയിൽ നിന്ന് മനുഷ്യന്മാര് മുളച്ചു വരുന്നു. എവിടെയൊക്കെ മനുഷ്യന്റെ ഡെഡ് ബോഡി ഉണ്ട് അവിടുന്ന് മുഴുവനും മനുഷ്യനിങ്ങനെ മുളക്കുകയാ. മക്കളെ, ഇപ്പോൾ നല്ല വേനൽക്കാലമാണ്. ഇതിനേക്കാൾ വേനൽക്കാലത്ത് നല്ല ചൂടുണ്ടാകുമ്പോ നമ്മുടെ എല്ലാ പുല്ലുകളും സസ്യങ്ങളും ലതാദികളും എല്ലാം ഉണങ്ങിപ്പോകൂലേ? ഉണങ്ങിപ്പോയി തീ കൊടുത്ത് കരിഞ്ഞു പോയാൽ എവിടെയും ഒരു പച്ച പുല്ലുണ്ടാവില്ല, ഒരു പച്ചക്കൊമ്പുണ്ടാവില്ല. നമ്മുടെ പാടങ്ങളിലും കൃഷിയിടങ്ങളിലും ഭൂമിയിലുമൊക്കെ ഇതുപോലത്തെ വേനൽക്കാലത്ത് നാം ആ രൂപത്തിൽ തീ കൊടുത്ത് കരിക്കലില്ലേ? പിന്നെ മഴ പെയ്താൽ പുല്ലുകൾ മുളക്കാറില്ലേ? ചെടികൾ മുളക്കാറില്ലേ? സസ്യങ്ങൾ മുളക്കാറില്ലേ? ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ ഒരു കാരക്കയുടെ കുരുവെടുത്തിട്ട് അത് പൊട്ടിക്കാൻ നിനക്ക് കഴിയുമോ? അതൊന്ന് കടിച്ചു പൊട്ടിക്കാനൊക്കുമോ? അടിച്ചു പൊട്ടിക്കാനൊക്കുമോ? ഇല്ല. കാരക്കന്റെ കുരു അങ്ങനെ പെട്ടെന്ന് പൊട്ടില്ല. അതേ സമയത്ത് വെള്ളമണ്ണിൽ കുഴിച്ചിട്ട് ഏതാനും ദിവസം വെള്ളമൊഴിച്ച് കുതിർന്നു കഴിഞ്ഞാൽ ആ കാരക്ക കുരു പൊട്ടിയിട്ട് മുള വരുന്നത് കണ്ടിട്ടില്ലേ? പുളിങ്ങാക്കുരു മുളക്കുന്നത് കണ്ടിട്ടില്ലേ? പാവയ്ക്കുരു മുളക്കുന്നത് കണ്ടിട്ടില്ലേ? ഈ ദുനിയാവിൽ എവിടെയെല്ലാം മനുഷ്യന്റെ ഡെഡ് ബോഡികളുണ്ട്. ഈ പള്ളിക്കാടുകളിൽ നിന്ന്, സെമിത്തേരികളിൽ നിന്ന്, പള്ളിപ്പുരയിടങ്ങളിൽ നിന്ന്, ചൊടലകളിൽ നിന്ന് എവിടെയെല്ലാം മനുഷ്യന്റെ ഡെഡ് ബോഡിയുണ്ടോ അവിടുന്നൊക്കെ മനുഷ്യൻ ഇങ്ങനെ മുളച്ചു വരുന്നതാണ്. മനുഷ്യന്റെ ശരീരം എത്ര ദ്രവിച്ചാലും എത്ര കരിച്ചാലും ഈ ശരീരത്തിൽ മുള നശിക്കാത്ത, ദ്രവിക്കാത്ത ചെറിയൊരു സാധനമുണ്ട്. അജ്മുദ്ദനബ് എന്നാണ് അതിന്റെ പേര്. വാൽക്കുറ്റി എന്നാണ് പറയുക. നമ്മുടെ നട്ടെല്ലിന്റെ തണ്ടെല്ലിന്റെ അഗ്രമാണ്. ഒരു വാല് മുളക്കുകയാണെങ്കിൽ മുളക്കേണ്ട സ്ഥലം അത് നശിക്കൂല. ഒരു മനുഷ്യരെ എത്ര ദഹിപ്പിച്ചാലും എത്ര മണ്ണിലിട്ട് ദ്രവിച്ചാലും ആ എല്ല് ദ്രവിക്കൂല. അവിടെ നിന്നാണ് വീണ്ടും മുളക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, എന്താണ് ഈ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി ഇസ്ലാം പറയുന്നതെന്നറിയുമോ? ഈ ഖുർആൻ എന്താ പറയുന്നതെന്നറിയുമോ? ഈ ഹബീബ് എന്താ പഠിപ്പിച്ചതെന്നറിയുമോ? എനിക്കും നിങ്ങൾക്കും ഒരു കേട്ടുകേൾവിയുണ്ട്. മനുഷ്യൻ വീണ്ടും എഴുന്നേൽക്കുമത്രേ, വീണ്ടും മനുഷ്യൻ പുനരുജ്ജീവിപ്പിക്കുമത്രേ, മനുഷ്യൻ മഹ്ശറിൽ വരുമത്രേ. അല്ലാഹ് എന്നാൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ മക്കളെ, നിങ്ങൾ നാളെ മുതൽക്ക് നിസ്കരിക്കണ്ട, നിങ്ങൾ പള്ളിയിൽ വരണ്ട, നിങ്ങൾ റമദാനിൽ മുസ്ലിം എന്ന് പറയണ്ട. അബൂജഹലിന് എതിർപ്പുള്ളത് നിസ്കാരത്തിലല്ല, അബൂജഹലിന് എതിർപ്പുള്ളത് റമളാൻ നോമ്പിലല്ല, അബൂജഹലിന് എതിർപ്പുള്ളത് ഹജ്ജ് ചെയ്യുന്നതിലല്ല, അബൂജഹലിന് എതിർപ്പുള്ളത് തന്റെ കാലഘട്ടത്തിലുള്ളവർക്ക് മുഴുവനും എതിർപ്പുള്ളത്, ഇസ്ലാമിന്റെ എതിരിൽ നിൽക്കുന്ന ആളുകൾക്ക് മുഴുവനും എതിർപ്പുള്ളത് ഏത് കാര്യത്തിലാണ്? ഈ ഉയർത്തെഴുന്നേൽപ്പില. ഉയർത്തെഴുന്നേൽപ്പ്
അള്ളാഹുവിന്റെ രൂപം നിങ്ങൾക്കൊന്ന് പറയട്ടെ, നിങ്ങൾ ചിന്തിക്കുവാൻ പഠിക്കാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ചെർക്കള അങ്ങാടിയില് ഒരു കശാപ്പുശാലയിൽ 5 കിൻഡൽ തൂക്കമുള്ള ഒരു പോത്തിനെ കശാപ്പ് ചെയ്തു എന്ന് സങ്കല്പിച്ചോ. ഒരു പോത്തിനെ കശാപ്പ് ചെയ്താലോ അതിന്റെ രക്തമതാ ഒഴുകിയിട്ട് ഭൂമിയിൽ കുഴിച്ചിടുന്നതാണ്. ആ രക്തം മുഴുവനും ഉറ്റിക്കഴിഞ്ഞാൽ, ആ അറുക്കപ്പെട്ട പോത്തിന്റെ ചലനമറ്റി കഴിഞ്ഞാൽ ആളുകൾ അതിന്റെ തോല് പൊളിക്കുന്നതാണ്. തോല് പൊളിച്ചിട്ട് മാംസമെടുത്ത് മാംസവും എല്ലും വേറെ ആക്കുന്നതാണ്. ആ എല്ലുകൾ മുഴുവൻ എടുത്തിട്ട് എവിടെയെങ്കിലും എൽക്കുഴിയിൽ കൊണ്ടുപോയി തള്ളുന്നതാണ്. ആ എൽക്കുഴികൾ നിറയുമ്പോ ആ എല്ലുകൾ മുഴുവനും അതിൽ നിന്ന് കോരിയെടുത്ത് ഏതെങ്കിലും അന്യ സംസ്ഥാനത്തേക്ക് കയറ്റിക്കൊണ്ടുപോകും. ഒരുപക്ഷെ രാജസ്ഥാനിലേക്കോ തമിഴ്നാട്ടിലേക്കോ ആന്ധ്രയിലേക്കോ കയറ്റിപ്പോകും. അവിടെ വലിയ ഫാക്ടറികളിൽ കൊണ്ടുപോയി ആ എല്ലുകൾ മുഴുവനും പൊടിച്ചിട്ട് അതിൽ നിന്ന് പലതും പലതിലേക്ക് ചേർത്തുന്നുണ്ട്, പലതും ഉപകരിക്കുന്നുണ്ട്. അതാ പല സാധനങ്ങളിലേക്കും അത് കൂട്ടുന്നുണ്ട്. അതിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവസാനമായി എല്ലിന്റെ വേസ്റ്റ് പൊടികള് എൽപ്പൊടികളായി ചാക്കുകളിൽ നമ്മുടെ നാട്ടിലെത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ തോട്ടങ്ങളിലും അതുപോലത്തെ കൃഷിയിടങ്ങളിലും ആ എൽപ്പൊടികൾ വളമയായി ചേർത്തുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ പോത്തിന്റെ തോലെടുത്ത് എന്ത് ചെയ്തു? അതും അന്യ സംസ്ഥാനത്തേക്ക് കയറ്റി അയച്ചിട്ട് വലിയ ഫാക്ടറികളിൽ കൊണ്ടുപോയി വ്യത്യസ്ത ഉപകരണ വസ്തുക്കളായി ഗൾഫ് നാട്ടിലേക്കും മറ്റും കയറ്റിപ്പോയി. വിദേശ നാടുകളിലേക്ക് വല വിലപിടിപ്പുള്ള വസ്തുക്കളായിട്ട് കയറ്റിപ്പോയി. സുബ്ഹാനല്ലാഹ്, അതിന്റെ മാംസങ്ങളോ കിൻഡൽ കണക്കിന് മാംസങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ വാങ്ങിക്കൊണ്ടുപോയി. അവർ വിവിധമായ വീടുകളിൽ കൊണ്ടുപോയിട്ട് പാചകം ചെയ്ത് പലരും അത് കഴിച്ചു. എവിടെയൊക്കെയുള്ള ആളുകളാണ് ആ മാംസം കഴിച്ചത്? ആരുടെ വയറ്റിലൊക്കെയാണ് ആ മാംസം എത്തിയത്? തീർന്നില്ല. അതിന്റെ നെയ്യുകളോ അതിന്റെ നെയ്പ്പാടകളെ മുഴുവനും ഒരു ടിന്നിലാക്കിയിട്ട് ഏതോ സോപ്പ് കമ്പനിയിലോ മറ്റോ കൊണ്ടുപോയി പലതിനും ചേർത്തിപ്പോയി. ആ പോത്തിനെ പറ്റി ഇനി എന്താ എന്റെയും നിന്റെയും വിശ്വാസം? ഒരു മുസ്ലിമിന്റെ വിശ്വാസം കേൾക്കണോ? ഇസ്രാഫീൽ എന്ന മലക്ക് സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോൾ, ആകാശത്തിന് മഴ കുതിർത്തി പെയ്യുമ്പോൾ, ഈ കശാപ്പുശാല അറുക്കപ്പെട്ട പോത്തുണ്ടല്ലോ, ആ പോത്തിന്റെ അതേ വലിപ്പത്തിൽ, അതേ വണ്ണത്തിൽ, അതേ രൂപത്തിൽ വേറെ ഒരു പോത്തിനെ സൃഷ്ടിക്കുകയല്ല. ആ പോത്തിന്റെ പാർട്സുകൾ മുഴുവനും അല്ലാഹു സംഘടിപ്പിക്കുകയാണ്. അതിന്റെ മാംസങ്ങൾ മുഴുവനും, അതിന്റെ എല്ലുകൾ മുഴുവനും, അതിന്റെ രോമങ്ങൾ മുഴുവനും എവിടെയെല്ലാം എത്തിയിട്ടുണ്ടോ, ആരെല്ലാം കഴിച്ചിട്ടുണ്ടോ, അതെല്ലാം രണ്ടാമത് ഒന്നുകൂടി സംഘടിപ്പിച്ചിട്ട് ആ കശാപ്പുശാലയിൽ അറുത്തിരിക്കുന്ന അതേ പോത്തിനെ തിരിച്ചു കൊണ്ടുവരികയാ, വേറെ ഒന്നിനെ സൃഷ്ടിക്കുകയല്ല. ഇതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇതാണ് ഹബീബ് പഠിപ്പിച്ചത്, ഇതാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്. ഇത് വിശ്വസിക്കുന്നവന്റെ പേരാണ് മുസ്ലിം. അല്ലാ, ഓരോ മനുഷ്യനും ദ്രവിച്ചിട്ടുണ്ടാകും. അവന്റെ പാർട്സുകൾ എവിടെ? അവന്റെ രോമങ്ങൾ എവിടെ? അവന്റെ കൈകാലുകൾ എവിടെ? അതെല്ലാം രണ്ടാമതും അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയാണ്. ഏതുവരെ ഒരുമിച്ച് കൂട്ടുമെന്നറിയോ മോനെ? നീ മരിക്കുന്ന സമയത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്തപ്പോൾ ഉള്ള ഡെഡ് ബോഡി മാത്രമല്ല, ഉമ്മ പ്രസവിച്ച അന്ന് മുതൽ മരിക്കുന്നത് വരെ നിന്റെ ശരീരത്തിൽ നിന്ന് എത്ര നഖങ്ങൾ മുറിക്കപ്പെട്ടു പോയിട്ടുണ്ട്, എത്ര രോമങ്ങൾ നീക്കം ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്, എത്ര മുടികൾ മുറിക്കപ്പെട്ടു പോയിട്ടുണ്ട്, അത് മുഴുവനും തിരിച്ചു കൊണ്ടുവരുന്നതോ 2-ാം വയസ്സിലോ 4-ാം വയസ്സിലോ 8-ാം വയസ്സിലോ എപ്പോഴെങ്കിലും നിന്റെ മാർക്കം ചെയ്തപ്പോ, സുന്നത്ത് കല്യാണം കഴിച്ചപ്പോ,
നിന്റെ ലിംഗത്തിന്റെ അഗ്രത്തിൽ നിന്ന് ഒരു തൊലിക്കഷ്ണം മുറിച്ച് നീക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോ അതും തിരിച്ചു കൊണ്ടുവരുന്നതാ. ഉമ്മമാരെ, ഇതുകൊണ്ടാണല്ലോ ആലിമീങ്ങൾ പറയാറുള്ളത്, മെൻസസ് ഉള്ള സമയത്ത്, പ്രസവരക്തമുള്ള സമയത്ത്, വലിയ അശുദ്ധിയുള്ള സമയത്ത് നിങ്ങൾ മുടി നീക്കരുത്, നഖങ്ങൾ നീക്കരുത്. അതെല്ലാം അശുദ്ധിയോടുകൂടി നാളെ തിരിച്ചു കൊണ്ടുവരുന്നതാ. ആ ശുദ്ധിയോട് കൂടെയാ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. ഈ രൂപത്തിൽ എല്ലാം രണ്ടാമതും ഒരുമിച്ച് കൂടി ഈ ഖബറിന്റെ മുകളിൽ മുളച്ചു വരുന്നതാ. ഈ ശരീരം മുളച്ചു വരുമ്പോ, വളഞ്ഞു കുത്തി വരുമ്പോ, ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് കാർഷിക രംഗത്ത് എത്ര പരിചയമുണ്ടെന്ന് എനിക്കറിയില്ല. ഈ മുള പൊട്ടി വരുമ്പോ ഒട്ടുമിക്ക ചെടികളും വളഞ്ഞിട്ടാണ് വരാറുള്ളത്. തെങ്ങിൻ്റെ ഈ മുളക്കുന്നത് പോലെ ലെവൽക്ക് മുളക്കലില്ല, പലതും വളഞ്ഞിട്ടാണ് വരാറുള്ളത്. പുളിങ്ങാക്കുരു മുളക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ വളഞ്ഞു വരുന്നതാ. ഈ രണ്ടാമത്തെ ഊത്തോടുകൂടി ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതിയതോടുകൂടി ഈ സൂറന്ന കാഹളത്തിൽ നിന്ന് പാറിപ്പറന്ന് വരുന്ന ആത്മാവുകൾ വീണ്ടും ഇതിൽ കയറുന്നതാ. ഈ ശരീരത്തിൽ നിന്നൊക്കെ പിരിഞ്ഞ ആത്മാവുകള് രണ്ടാമത് അതിൽ തന്നെ സന്നിവേശിപ്പിക്കപ്പെട്ടാൽ, ഖബറിന്ന് ഉയർന്നു വന്നാൽ അവനവന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ ആത്മാവിനെ അതിലേക്ക് തന്നെ വീണ്ടും സന്നിവേശിപ്പിക്കപ്പെട്ടാൽ ഓരോരുത്തരും ആ ഖബറിന്റെ അടുത്തിരിക്കുന്നതാണ്. 1000 കൊല്ലം ഇരിക്കുന്നതാണ്. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ചിന്തിക്കുകയില്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയില്ല, സംസാരമില്ല. ഈ ഭൂമിയിൽ ജീവിച്ചവര് മുഴുവനും രണ്ടാമത് എഴുന്നേറ്റ് വന്നു. സുബ്ഹാനല്ലാഹ്. ഈ ലോകത്ത് എന്തെല്ലാം കണ്ടുപിടിച്ച ബുദ്ധിമാന്മാരുണ്ട്, എന്തെല്ലാം ലോകത്തിന് സമ്മാനിച്ചവരുണ്ട്. ഈ വൈദ്യുതി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരില്ലയോ? സൂര്യന്റെ ചലനങ്ങളും ഭൂമിയുടെ കറക്കങ്ങളും കണ്ടുപിടിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞരില്ലയോ? എല്ലാം കണ്ടുപിടിച്ച വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരില്ലയോ? ബുദ്ധിജീവികളില്ലയോ? ആറ്റം വിഭജിക്കാൻ കണ്ടുപിടിച്ചവരില്ലയോ? ഐൻസ്റ്റീൻ ഇല്ലയോ? ഖലീലിയോ ഇല്ലയോ? അങ്ങനെ എത്ര ബുദ്ധിരാക്ഷസന്മാര്, എന്തെല്ലാം ഈ പ്രപഞ്ചത്തിൽ നേടിയവര്, ജീവിതകാലത്ത് കൊണ്ട് എന്തൊക്കെ കണ്ടുപിടിച്ചവര്. പക്ഷേ ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടും കണ്ടെത്തിയിട്ടും സൃഷ്ടിച്ച റബ്ബിനെ കണ്ടില്ല, റബ്ബിനെ പറ്റി അറിഞ്ഞില്ല, ഒരക്ഷരം മിണ്ടിയില്ല, സൃഷ്ടിച്ച റബ്ബിനെ പറ്റി ബോധം വന്നില്ല. അവരെത്ര ഹതഭാഗ്യരാണ്, എത്ര ഭാഗ്യം കുറഞ്ഞവരാണ്, എത്ര പരാജയപ്പെട്ടവരാണ്. സൃഷ്ടിച്ച റബ്ബിനെ കണ്ടറിയാത്തവർ, റബ്ബിനെ പറ്റി ബോധ്യം വരാത്തവർ, അല്ലാ അവരൊക്കെയും ഈ എഴുന്നേറ്റിരിക്കുന്ന സമയത്ത് അവർക്ക് ബോധ്യം വന്നു. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന മുസ്ലിമീങ്ങളെ ബോധ്യം വന്നു. അല്ലാ, ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല, ഇത് സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നില്ല. ഇതിനെപ്പറ്റി പണ്ഡിതന്മാര് പറഞ്ഞപ്പോ, അല്ലാഹുവിന്റെ അമ്പിയാക്കൾ നമുക്ക് പറഞ്ഞപ്പോ, വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞപ്പോ നാം തള്ളിക്കളഞ്ഞവരാണ്. അത് സംഭവിച്ചല്ലോ.
ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിന് ശേഷം വന്ന് പറയുന്ന കാര്യങ്ങൾ മുഴുവനും സംഭവിക്കുമെന്നുറപ്പ്, ഇനി വിചാരണ നടക്കുമെന്നുറപ്പ്, ഇനി സ്വർഗം ലഭിക്കുമെന്നതുറപ്പ്, നരകമുണ്ടെന്നതുറപ്പ്, സിറാത്ത് പാലമുണ്ടെന്നതുറപ്പ്, ഒരു സൃഷ്ടിച്ച റബ്ബിന്റെ വിചാരണ നടക്കുമെന്നതുറപ്പ്, എല്ലാം ഉറപ്പായി പോയി. യാസീൻ സൂറത്തിൽ അതാ മനുഷ്യൻ പറയുന്നത്, ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഇതൊക്കെ നമ്മൾ നേരത്തെ തള്ളിയവരാ. അല്ലാഹ് നമ്മളൊക്കെ മണ്ണായി ദ്രവിച്ചു പോയാൽ, നുരുമ്പിപ്പോയാൽ, കത്തിക്കരിഞ്ഞ് ചാരമായി തീർന്നാൽ, ആ ചാരം പലയിടത്തും കൊണ്ടുപോയി ഒഴുക്കിക്കളഞ്ഞാൽ, സരയൂ നദിയിലും നിലാ നദിയിലുമൊക്കെ മനുഷ്യന്മാരെ കത്തിക്കരിഞ്ഞ് ചാമ്പലാക്കിയിട്ടുള്ള ചിതാഭസ്മം കൊണ്ടുപോയി വിതറിയാൽ, ഷൂമേക്കർ ലവി മരണപ്പെട്ടപ്പോൾ അവനാ ഷൂമേക്കർ ലവിയുടെ ചിതാഭസ്മം കൊണ്ടുപോയി ചന്ദ്രനിൽ വിതറിയപ്പോൾ, ഇങ്ങനെയൊക്കെ വിതറിയാൽ വീണ്ടും അതിനെ ഒരുമിച്ച് കൂട്ടുകയോ, വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുകയോ, വീണ്ടും സംഘടിപ്പിക്കുകയോ എന്ന് നമ്മൾ ചോദിച്ചതാ. അതിവിടെ പുലർന്നു കഴിഞ്ഞു. ആരാ നമ്മളെ ഈ രൂപത്തിൽ എഴുന്നേൽപ്പിച്ചത്? വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാര് പറഞ്ഞ് സത്യമായി പോയി. ഇനി ഉറപ്പാണ് വിചാരണ, ഇനി ഉറപ്പാണ് മഹ്ശറ, ഇനി ഉറപ്പാണ് നരകം, ഇനി ഉറപ്പാ നന്മയും തിന്മയും തൂക്കപ്പെടൽ, ഇനി ഉറപ്പാണ് നന്മയ്ക്ക് പ്രതിഫലം നൽകപ്പെടൽ, ഇനി ഉറപ്പാണ് തിന്മയ്ക്ക് പ്രതിഫലം നൽകപ്പെടൽ. ഉറപ്പായി പോയി. എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ, എങ്ങനെ നേരിടണമെന്നറിയാതെ ഓരോരുത്തരും അവനവന്റെ കബറിന്റെ അടുത്തിരിക്കുന്നു. ഒന്നല്ല രണ്ടല്ല 1000 കൊല്ലം ഇരിക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹ് 1000 കൊല്ലം കഴിയുമ്പോൾ, മക്കളെ ഞാൻ ഈ പറയുന്നത് എന്താണ്? ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. കെട്ടുകഥകളല്ല, വാറോലകളല്ല, ഐതിഹ്യമല്ല, പുരാണമല്ല. അത്രയും കൃത്യമായ കാര്യങ്ങളാ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കണോ? ഞാനും നിങ്ങളുമൊക്കെ ആരായിരുന്നു? എന്റെയും നിന്റെയും ഒക്കെ ഉത്ഭവം എന്തായിരുന്നു? എത്ര ചെറിയൊരു ബീജക്കണികയായിരുന്നു. ഒരു പുരുഷന്റെ മുതുകിൽ നിന്ന് ഒരു സമയത്ത് ഒലിക്കുന്ന പുറപ്പെടുന്ന ശുക്ലത്തിൽ നിന്ന് കോടിക്കണക്കിന് ബീജാണുക്കള്. ആ കോടിക്കണക്കിന് ബീജാണുക്കളിൽ നിന്ന് അതാ ഉൽപാദന ശേഷിയുള്ളത് 500 ബീജഗണങ്ങളാ. അതിൽ നിന്ന് ഒരു ബീജഗണമാണ് ഒരു പെണ്ണിന്റെ നെഞ്ഞലിൽ നിന്ന് പുറപ്പെടുന്ന അണ്ഡവുമായി കൂട്ടിപ്പിടിക്കുന്നത്. അണ്ഡവുമായി കൂട്ടിപ്പിടിക്കുമ്പോൾ ആ ബീജഗണത്തിന്റെ വലിപ്പം എത്രയാണ്? 40 ദിവസം കഴിയുമ്പോ ഒരു വായുഗുളികയുടെ വലിപ്പമാകുന്നു. വീണ്ടും 120 ദിവസം തികയുമ്പോ ഈ ഞാനും നിങ്ങളുമൊക്കെ തന്നെ ഒരു കോഴിമുട്ടയ്ക്കകത്തുള്ള ഉണ്ണിയുടെ വലിപ്പമായിരുന്നു. ഒരു മഞ്ഞയില്ലേ, ആ രൂപത്തിലാണ് 120 ദിവസമായപ്പോൾ ഞാനും നിങ്ങളും ഉണ്ടായിരുന്നത്. അതാണ് പിന്നീട് എല്ലായി തീർന്നത്. അതാണ് പിന്നീട് മാംസം കൊണ്ട് പൊതിഞ്ഞത്. അതിനാണ് പിന്നെ കയ്യും കാലും വന്നത്. അതിനാണ് പിന്നീട് ഈ 2 കണ്ണുകൾ സൃഷ്ടിക്കപ്പെട്ടത്. അതിനാണ് ഹാർട്ട് സൃഷ്ടിക്കപ്പെട്ടത്. ആ ഒരൊറ്റ ബീജഗണത്തിൽ നിന്നു തന്നെയാ നിന്റെ ഈ കിഡ്നികൾ സൃഷ്ടിക്കപ്പെട്ടത്. ആ ബീജഗണത്തിൽ നിന്നു തന്നെയാ 240 ചില്ലാനം എല്ലുകൾ നിന്റെ ശരീരത്തിൽ സൃഷ്ടിക്കപ്പെട്ടത്. നിന്റെ ശരീരത്തിൽ ഏറ്റവും ശക്തിയുള്ള തുടയെല്ല് പോലും ആ ഒരു തുള്ളി ബീജഗണത്തിൽ നിന്ന് സൃഷ്ടിച്ചതാ. ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ ലോകത്ത് തർക്കമില്ലല്ലോ. ഹിന്ദുക്കൾക്ക് തർക്കമില്ല, ക്രിസ്ത്യാനികൾക്ക് തർക്കമില്ല, ജൂതന്മാർക്ക് തർക്കമില്ല, നിരീശ്വരവാദികൾക്ക് തർക്കമില്ല. ഇതെല്ലാം ആ ഒരൊറ്റ ബീജഗണത്തിൽ നിന്നു തന്നെ സൃഷ്ടിക്കപ്പെടുന്നതാ.
ആ ഒരു ബീജഗണത്തിൽ നിന്നു തന്നെയാ നിന്റെ ഹാർട്ടിനെ സൃഷ്ടിക്കപ്പെട്ടത്. അതിൽ നിന്നു തന്നെയാ നിന്റെ എല്ലുകൾക്കുള്ളിലെ മജ്ജയെ സൃഷ്ടിക്കപ്പെട്ടത്. ആ ഒരു ബീജത്തിന്റെ തുള്ളിയിൽ നിന്നു തന്നെയാ നിന്റെ മുടികളും രോമങ്ങളും സൃഷ്ടിക്കപ്പെട്ടത്. പ്രസവിക്കപ്പെട്ട കുഞ്ഞിന്റെ 7ാമത്തെ ദിവസം മുടി കളയുന്നത് എന്തുകൊണ്ടാ? പ്രസവിക്കപ്പെടുന്ന സമയത്ത് മുടി ഉള്ളത് കൊണ്ടാ. മോനെ, ഈ മുടി എന്തുകൊണ്ടാ സൃഷ്ടിക്കപ്പെട്ടതെന്നറിയോ? ഈ മുടി എന്താ പ്ലാസ്റ്റിക് ആണോ? ഇതിന്റെ മെറ്റീരിയൽസ് എന്താണെന്നറിയോ? ഇത് ഫൈബർ ആണോ? ഇത് സ്വർണമാണോ? എന്തുകൊണ്ടാണ് ഈ മുടി സൃഷ്ടിക്കപ്പെട്ടതെന്നറിയില്ല. അല്ലാഹ് ഇത് മുഴുവനും ഈ ഒരൊറ്റ ബീജത്തിന്റെ ഗണത്തിൽ നിന്ന് സൃഷ്ടിച്ച സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ വദറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. ഒരു ഒട്ടകത്തിന്റെ വളഞ്ഞ എല്ല് കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ടുള്ള ആസിബിന് വായിൽ എന്ന മനുഷ്യൻ മുത്തുനബിയോട് ചോദിച്ചു, മുഹമ്മദേ, ആരാ ഈ എല്ലിനെ വീണ്ടും ജീവിപ്പിക്കുന്നത്? ഈ ഒട്ടകത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നത് ആർക്കാണ് അതിന് കഴിയുക? ഈ രൂപത്തിൽ നുരുമ്പിപ്പോയ എല്ലുകളെ വീണ്ടും സംഘടിപ്പിച്ചിട്ട് ആ പഴയ ഒട്ടകത്തെ കൊണ്ടുവരാൻ ആർക്കാണ് കഴിയുക എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞ മറുപടി, ഖുൽ, പറഞ്ഞു കൊടുക്ക് നബിയേ, യുഹ്യി അല്ലദീ അൻശഅഹാ അവ്വല മർറ. ആരാ ഇതിനെ ആദ്യം സൃഷ്ടിച്ചിരുന്നത്? ആ ബീജത്തിന്റെ കണികയിൽ നിന്ന് ആരാ ഇതിനെയൊക്കെ ആദ്യം സംവിധാനിച്ചിരുന്നത്? എല്ലുകളെ പടച്ചിരുന്നത്, മാംസത്തെ സൃഷ്ടിച്ചിരുന്നത്, കൈകാലുകൾ പടച്ചിരുന്നത്, മജ്ജയെ സൃഷ്ടിച്ചിരുന്നത് ആ സൃഷ്ടിച്ചവന് കഴിയുന്നതാ. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ഓരോ പാർട്സിനെയും എവിടെ വെക്കണമെന്ന്, എന്തുകൊണ്ട് സൃഷ്ടിക്കണമെന്ന്, എവിടെ ഘടിപ്പിക്കണമെന്ന് അവൻ അറിയുന്നവനാ, അറിഞ്ഞവനാ. അവനതൊരു പ്രശ്നമല്ല. ഞാനും നിങ്ങളുമൊക്കെ ഉമ്മയുടെ വയറ്റിൽ എങ്ങനെയാ കിടന്നിരുന്നത്? എങ്ങനെയാ അവിടുന്ന് ആഹാരം കിട്ടിയിരുന്നത്? എങ്ങനെയാ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് ശ്വസിച്ചിരുന്നത്? എങ്ങനെയാ നമുക്ക് പോഷകാഹാരങ്ങൾ കിട്ടിയിരുന്നത്? എങ്ങനെയാ നമ്മൾ തലതിരിഞ്ഞിരുന്നത്? ഏത് വഴിയിൽ കൂടെയാ നമ്മൾ പുറത്തേക്ക് വന്നിരുന്നത്? ഇതൊക്കെ നമുക്ക് വിശ്വാസമുണ്ട്. ആയിരക്കണക്കിന് കാണുന്നത് കൊണ്ടാ. അതേ സമയത്ത് ഒരാളെയും കണ്ടിട്ടില്ലെങ്കിൽ, ഇന്നും ആ പ്രക്രിയ ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നില്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞാ നമുക്ക് വിശ്വാസം വരുമോ? ഇതേപോലെയാ ഇതൊക്കെ ചെയ്ത റബ്ബിന് ഇതൊരു പ്രശ്നമല്ല. ഈ ഖബറിന്ന് എഴുന്നേറ്റ് പുറത്തു വരുമ്പോ സുബ്ഹാനല്ലാഹ്, ആഖിറു സമാനിലെ മക്കളെ, മുസ്ലിം ചെറുപ്പക്കാരെ, സഹോദരിമാരെ, മറക്കണ്ട, എല്ലാവരും എഴുന്നേറ്റ് വരുമ്പോ ഒരേ രൂപത്തിലല്ല. മുഖങ്ങൾക്ക് മാറ്റമുണ്ട്, ശരീരങ്ങൾക്ക് മാറ്റമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തുകൾ തന്നെ 40 കോലത്തിലാ. മുഖം വികൃതമായവരുണ്ട്, പന്നികളെ പോലെ മുഖമുള്ളവരുണ്ട്, കുരങ്ങ് പോലെയുള്ളവരുണ്ട്. ഓരോരോ വിഭാഗത്തെ പറയാൻ സമയമില്ല. ആ 40 കോലത്തിലായി മുത്തുനബിന്റെ ഉമ്മത്ത് പുറത്ത് വരുന്നതാ. വീർത്ത വയറുള്ളവരുണ്ട്. ചെറുപ്പക്കാരാ, ചില ആളുകളതാ പുറത്തേക്ക് വന്നപ്പോ ശരീരം വല്ലാതെ വികസിച്ചിട്ടുണ്ട്. താഴെ ചുണ്ടി വികസിച്ച് പൊക്കളിലെത്തിയിട്ടുണ്ട്, മേലെ ചുണ്ടി വികസിച്ചിട്ട് മൂർധാവിലെത്തിയിട്ടുണ്ട്, നാവ് നെഞ്ഞി വരെ തൂങ്ങിയിട്ടുണ്ട്, കേല ഒഴുകുന്നുണ്ട്, ദുർഗന്ധം വമിക്കുന്നുണ്ട്. അല്ലാഹ്
ആ ദുർഗന്ധം കൊണ്ട് സർവാളുകളും മൂക്കത്ത് കൈവയ്ക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാ, വിശുദ്ധ ഖുർആൻ പച്ചയായി പറഞ്ഞതാ. യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജാ. സൂറെന്ന കാലത്തിൽ രണ്ടാമത് അനൗൺസ്മെന്റ് ചെയ്യപ്പെടുമ്പോ നിങ്ങളൊക്കെ നിങ്ങളെ ഖബറിൽ എഴുന്നേറ്റ് വരുന്നതാ അഫ്വാജാ. പല വിങ്ങുകളാ, പല പല സംഘങ്ങളാ, പല പല ഗ്രൂപ്പുകളാ. അക്ഷരാർത്ഥത്തിൽ പന്നികളെ മുഖമുള്ളവരാ, കൊരങ്ങിന്റെ മുഖമുള്ളവരാ. ചില ആളുകളെ പറ്റി മുത്തുനബി പറയുകയാ, അവര് നടക്കുന്നത് കാലിലല്ല, അവരെ മുഖം നിലത്ത് കുത്തിയിട്ട് രണ്ട് കാലുകൾ മേൽപോട്ടുയർത്തിയിട്ട് മുഖം കുത്തി നടക്കുന്നവരാ. അല്ലാഹു പറഞ്ഞതാ മോനെ, ഹദീസുകളിലല്ല, അയിമ്മത്ത് പറഞ്ഞതല്ല, പടച്ച റബ്ബവന്റെ ഖദീമായ കലാമായ ഖുർആനിലില്ലേ വനശ്റുഹും അലാ വുജൂഹിഹിം, മുഖങ്ങളെ മേലൊരുമിച്ച് കൂട്ടുന്നതാ. ഈ 1000 കൊല്ലം ഖബറിന്റെ അടുത്ത് ഇങ്ങനെ ചടഞ്ഞിരിക്കുമ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ, എന്ത് പറയുമെന്നറിയാതെ, വിചാരണ എങ്ങനെ നേരിടുമെന്നറിയാതെ 1000 കൊല്ലം കഴിയുമ്പോ പടിഞ്ഞാറ് ഭാഗത്ത് അതിഭയങ്കരമായ ഒരു തീ പ്രത്യക്ഷപ്പെടുകയാ. ആ തീ അങ്ങ് പ്രത്യക്ഷപ്പെടുന്നതോടുകൂടി ഫഇന്നമാ ഹിയ സജ്റത്തും വാഹിദ ഫഇദാഹും ബിസ്സാഹിറ. ഒരു വലിയ സൈറൻ മുഴങ്ങുകയാ. സൈറൻ മുഴങ്ങുന്ന ശബ്ദം കേട്ട് ആളുകളൊക്കെ സടകുടഞ്ഞെഴുന്നേൽക്കുകയാ, ആളുകളെ തെളിക്കപ്പെടുകയാ. മശ്ശറയിലേക്ക്, അത് സാഹിറയില. മശ്ശറ എന്ന് പറയുന്ന ഭൂമിക അത് ഈ ഇന്ത്യയിലല്ല, സഊദിയിലല്ല, ഇറാഖിലല്ല. ഫഇന്നമാ ഹിയ സാഹിറ എന്ന ഭൂമികയാ. അവിടെയാണ് റബ്ബി സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. അവിടെ ഒരു തുള്ളി രക്തം ചിന്തിയിട്ടില്ല, ആ ഭൂമിയിൽ ഒരു പാപം ചെയ്തിട്ടില്ല. കറകളഞ്ഞ ഭൂമിയാ, വെള്ളിപ്പലക പോലെ തെളിഞ്ഞ് സ്ഫുടം ചെയ്ത ഭൂമികയാ. ആ ഭൂമിയിലേക്ക് ആളുകൾ ഇവിടുന്ന് എഴുന്നേറ്റ് ഓടുകയാ. സുബ്ഹാനല്ലാഹ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, മുസ്ലിമീങ്ങളോട് മശ്ശറ പറഞ്ഞ് തീരൂല, മശ്ശറയിലേക്ക് എത്തൂല. ഞാൻ പറയട്ടെ, നമ്മളൊക്കെ നമ്മളെ പള്ളിക്കാട്ടിൽ നിന്ന്, ഈ ശ്മശാനങ്ങളിൽ നിന്ന് എഴുന്നേറ്റിട്ട് 10,000 കിലോമീറ്റർ നമുക്ക് നടക്കാനുള്ളതാ, യാത്ര ചെയ്യാനുള്ളതാ. മോനെ, ബലിപെരുന്നാളിനോടനുബന്ധിച്ച് പള്ളിയിലെ ഉസ്താദുമാര് മുത്തുനബിയുടെ ഹദീസ് ഓതിയിട്ട് പ്രസംഗിക്കലില്ലേ? അദ്ദിമൂ ലഹയാകും ഫഇന്നഹാ മത്വയാകും യൗമൽ ഖിയാമ. നിങ്ങൾ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ബലിയറുക്കുമ്പോ മൃഗങ്ങളെ, നല്ല വണ്ണമുള്ള, ചന്തമുള്ള, സൗന്ദര്യമുള്ള മൃഗങ്ങളെ ബലിയറുക്കണേ. ഫഇന്നഹാ മത്വയാകും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് മൈശറയിലേക്ക് പോകാനുള്ള വാഹനമാ. ഒട്ടകങ്ങളും കഴുതകളും ഒട്ടകങ്ങളും അതുപോലെ കാളകളും ആടുകളുമാ നിങ്ങൾ അറുത്തതെങ്കിലും അതെല്ലാം നാളെ നിങ്ങളെ ഖബറിന്റെ അടുത്ത് വന്നു നിൽക്കുന്നത് അതിശീഘ്രം ഓടുന്ന കുതിരയുടെ ശക്തിയിലാ.
അത്രയും ശക്തിയുള്ള കുതിരകളുടെ ശക്തിയുള്ള മൃഗങ്ങളായി നിങ്ങളെ ഖബറിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നതാ. ആ പടച്ച റബ്ബ് പറയുന്നതാ, മലായികതി ലാ തസൂഖു ഇബാദി റാജിലീൻ. എന്റെ അടിമകളെ നിങ്ങൾ നടത്തിക്കൊണ്ട് പോകരുത്. 10,000 കിലോമീറ്റർ നടക്കുമ്പോ അവര് തളരുന്നതാ, അവര് കുഴയുന്നതാ. എനിക്ക് ശുക്ർ ചെയ്ത് എന്നെ വിശ്വസിച്ച് എന്നെ സമ്മതിച്ച് എനിക്ക് ഇബാദത്ത് ചെയ്ത് എന്നെ സമ്മതിച്ച എന്റെ അടിമകളെ നടത്തിക്കൊണ്ട് പോകല്ല. അവരെ കൊണ്ടുപോകാൻ അവരെ ബലിമൃഗങ്ങളുണ്ട്. ഈ ദുനിയാവിൽ സാമ്പത്തിക ശേഷിയില്ലാത്തത് കൊണ്ട് ബലിയെറുക്കാത്ത ആളുകൾക്കും അന്ന് മൃഗങ്ങളുണ്ട്, കഴുതകളുണ്ട്, കോവറ് കഴുതകളുണ്ട്. അതേ സമയത്ത് മക്കളെ, സൃഷ്ടിച്ച റബ്ബിനെ പറ്റി ചിന്തയില്ലാത്തവർ, ആരോഗ്യം തന്ന റബ്ബിനെ പറ്റി ചിന്തയില്ലാത്തവർ, സമ്പത്ത് തന്ന റബ്ബിനെ പറ്റി ചിന്തയില്ലാത്തവർ, ഈ അനുഗ്രഹങ്ങളൊക്കെ ചൊരിഞ്ഞ റബ്ബിനെ പറ്റി ബോധമില്ലാതെ ജീവിച്ചവർ, അവര് നാളെ ഖബറിന്ന് എഴുന്നേൽക്കുമ്പോ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തവരാ. ദുനിയാവിൽ വെച്ചുകൊണ്ട് പലിശ വാങ്ങിയിട്ട് തടിച്ചു കൊഴുത്ത മുതലാളിമാര് അവരെ വയറ് വീർത്തിട്ടുണ്ട്, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയൂല. പടച്ച റബ്ബ് പറഞ്ഞതാ, അല്ലദീന യഅ്കുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. ഈ ദുനിയാവിൽ പാവപ്പെട്ടവന്റെ രക്തം കുടിച്ച് തഴിച്ചു കൊടുത്തു വളർന്ന മുതലാളിമാരെ, പലിശ വാങ്ങിയവരെ, പലിശ കൊടുത്തവരെ, നാളെ ഖബറിന്ന് വരുമ്പോ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയൂല, നടക്കാൻ കഴിയൂല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരറിഞ്ഞെങ്കിൽ, മുസ്ലിം സഹോദരങ്ങൾ ചിന്തിച്ചെങ്കിൽ, എന്റെ പ്രഭാഷണം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ നിങ്ങളെ മാർക്ക് വേണ്ട, റിക്കാർഡ് വേണ്ട. സാധാരണ പറയുന്നത് പോലെയല്ല. അല്ലാഹു അവന്റെ ഖദീമായ കലാമായ ഖുർആനില്, ഈ ഖുർആൻ നമുക്കെന്തൊരു ബഹുമാനമാ, ഈ ഖുർആനോട് നമുക്കെന്തൊരു ആദരവാ. ഈ ഖുർആൻ പറയുകയാ, ദുനിയാവിൽ വെച്ചുകൊണ്ട് ലഹരി ഉപയോഗിച്ചവരില്ലേ, കള്ളു കുടിച്ചവരില്ലേ, ബെക്തടിനടിച്ചവരില്ലേ, കഞ്ചാവടിച്ചവരില്ലേ, കൊക്കൈനും ചൈനി കൊയിനിയും ഒക്കെ ഉപയോഗിച്ചിട്ട് ലഹരി അനുഭവിച്ചവരില്ലേ, പടച്ച റബ്ബ് തന്ന ആരോഗ്യത്തെ നശിപ്പിച്ചവരില്ലേ, ഈ മാരക രോഗങ്ങൾ വരാൻ കാരണമായി തീരുന്ന രൂപത്തിൽ പടച്ച റബ്ബ് തന്ന ആരോഗ്യത്തെ നശിപ്പിക്കുന്ന, ശരീരത്തെ നശിപ്പിക്കുന്ന ലഹരി ഉപയോഗിച്ചവരില്ലേ, അവരെ ചുണ്ടിതാ പൊക്കിളിലെത്തിയിട്ടുണ്ട്, മേലെ ചുണ്ട് നേതാ മൂർധാവിലെത്തിയിട്ടുണ്ട്. അവര് കള്ളു കുടിച്ച പാനപാത്രം കഴുത്തിൽ കെട്ടി തൂക്കിയിട്ടുണ്ട്. അവരുടെ വായിൽ നിന്ന് കേല ഒഴുകുന്നുണ്ട്, വയറ് നിറച്ച് ചീഞ്ചലം കുടിക്കുന്നുണ്ട്. മറക്കണ്ട, അബൂജഹിലിന്റെ, ഉത്ബത്തിന്റെ, ശൈബത്തിന്റെ, ഫിർഔനിന്റെ, ഈ ദുനിയാവിൽ അറിയപ്പെട്ട തമ്മാടികളില്ലേ, ധിക്കാരികളില്ലേ, വ്യഭിചാരികളില്ലേ, അവരെ ഗുഹ്യങ്ങൾ ചീഞ്ഞളിഞ്ഞിട്ട് ചലമൊഴുകുന്നില്ലേ. ദുനിയാവിൽ നിന്ന് വ്യഭിചരിച്ച ഉമ്മമാർ, വ്യഭിചരിച്ച ചെറുപ്പക്കാർ, ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് പാതിരാ സമയത്ത് അന്യപുരുഷന്മാരോട് കിന്നാരം പറഞ്ഞ് മൊബൈലുകളിൽ വിളിച്ചു വരുത്തിയിട്ട് അവനവന്റെ ഭർത്താവിനെ വഞ്ചിക്കുന്ന ഉമ്മമാരില്ലേ, അതുപോലത്തെ ചെറുപ്പക്കാരില്ലേ, ലൈംഗികമായിട്ട് ശുദ്ധിയില്ലാത്തവരില്ലേ, ആ
ആളുകളെ എല്ലാ ഗുഹ്യങ്ങളും ചീഞ്ഞളിയുന്നത്, അവരെ ഗുഹ്യങ്ങൾ ചീഞ്ഞളിഞ്ഞിട്ട് ബാരൽ കണക്കിന് ചീഞ്ചലങ്ങൾ പുറത്തേക്കൊഴുകുന്നതാ. മഹ്ശറിലുള്ളവരൊക്കെ അത് തിരിച്ചറിയുന്നതാ. ഈ ഒഴുകുന്ന ചലങ്ങൾ മുഴുവനും ദുനിയാവിൽ നിന്ന് കള്ളു കുടിച്ചവര്, ലഹരി ഉപയോഗിച്ചവര് മോന്തി കുടിക്കുന്നതാ. വഷളാകുന്ന ദിവസമാ, മാനക്കേടിന്റെ ദിവസമാ. ഒന്നുകൂടി പറയട്ടെ ഉമ്മമാരെ, അന്യപുരുഷന്മാരെ തൊട്ട് മറയാത്ത പെണ്ണുങ്ങള്, തലമുടി മറക്കാത്ത പെണ്ണുങ്ങള്, മാറ് മറക്കാത്ത, കവിള് മറക്കാത്ത, കൈ മറക്കാത്ത, അന്യപുരുഷന്മാരെ തൊട്ട് മറവാലിക്കാത്ത മുസ്ലിം പെണ്ണുങ്ങളുണ്ടോ? ഈ ഹബീബ് പഠിപ്പിക്കുകയാ, അവര് നാളെ ഖബറിന്ന് എഴുന്നേറ്റപ്പോ തന്നെ നടക്കുന്നത് കാലുകളിലല്ല, അവരെ കയ്യും കാലും പിറകോട്ട് മടക്കി ചുരുട്ടി കെട്ടിയിട്ട് അവരെ മുഖം നിലത്ത് കുത്തിയിട്ട് വലിക്കുന്നതാ. ചെറുപ്പക്കാരാ, ആഖിറത്തെ പറ്റി നീ കേട്ടിട്ടില്ലല്ലോ, മഹ്ശറയെ പറ്റി നീ കേട്ടിട്ടില്ലല്ലോ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നിന്റെ നാട്ടിൽ ആലിമീങ്ങളുണ്ടോ? പരിചയമുള്ളവരുണ്ടോ? ഈ ഭാഗം വിശുദ്ധ ഖുർആൻ പരാമർശിച്ചത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിന്റെ അടുത്തും വലത്തും രണ്ട് പറാവുകാരാകുന്ന മലക്കുകളുണ്ട്. പ്രായപൂർത്തിയെത്തിയ അന്ന് മുതൽ നിന്റെ കൂടെയുള്ളവരാ. അവര് നിന്നെ വിട്ടുപിരിഞ്ഞിട്ടില്ല, വിട്ടുപിരിയൂല. നീ മരണപ്പെട്ടപ്പോ നിന്റെ ഖബറിന്റെ അടുത്ത രണ്ട് മലക്കുകളുണ്ട്. ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നിന്റെ അരികിൽ തന്നെയുണ്ട്. അള്ളാഹു പച്ചയായി ഖുർആനിൽ പറയുന്നുണ്ട്, നിന്റെ അടുത്തും വലത്തും നിന്നിരുന്ന രണ്ട് മലക്കുകള് നിന്റെ എല്ലാ തമ്മാടിത്തരങ്ങളും, എല്ലാ ഹുങ്കാരങ്ങളും, എല്ലാ തോന്നിവാസങ്ങളും കണ്ട് സഹിച്ചിരുന്ന മലക്കുകള്. ഈ മലക്കുകൾ നീ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോ നിന്റെ അരികിലുണ്ട്. നിന്റെ വലഭാഗത്ത് നിൽക്കുന്ന മലക്കിന്റെ കയ്യിൽ ഒരു ചങ്ങലയുണ്ട്. ആ ചങ്ങല നിന്റെ വായിൽ കൂടി കടത്തിയിട്ട് നിന്റെ മലദ്വാരത്തിൽ കൂടി പുറത്തേക്കെടുത്തിട്ട് ആ ചങ്ങലയൊന്ന് കൂട്ടിക്കെട്ടിയിട്ട് ഈ മലക്ക് നിന്നെ വലിക്കുകയാ. നടക്കാൻ കഴിയില്ല. വജഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. ഈ മലക്ക് ചങ്ങല കൊണ്ട് നിന്നെ വലിക്കുമ്പോ, നിന്നെ കെട്ടിവലിക്കുമ്പോ പിറകിൽ നിന്റെ റിക്കാർഡ് മുഴുവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു മലക്ക് നിന്നെ തെളിക്കുന്നുണ്ട്. കോടതിയിൽ കുറ്റവാളികളെ ഹാജരാക്കുന്നത് കണ്ടിട്ടുണ്ടോ? പോലീസുകാർ കൂടെ ഉണ്ടാവില്ലേ? കൈകളിൽ നാമം വെച്ചിട്ടുണ്ടാവില്ലേ? ഒരു പോലീസുകാര് ഫയലും കയ്യിൽ പിടിച്ച് കൂടെ ഉണ്ടാവില്ലേ? ഈ രൂപത്തിൽ നിന്റെ റബ്ബിന്റെ അരികിലേക്ക് ഈ മലക്കുകൾ നിന്നെ കൊണ്ടുവരുന്നതാ. ഹബീബ് പഠിപ്പിക്കുന്നു, സുബ്ഹാനല്ലാഹ്, ആദ്യമായിട്ട് ഖബർ പൊട്ടി പുറത്ത് വന്നത് മുത്തുനബിയാണ്. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രത്യേകം വസ്ത്രം ധരിപ്പിക്കപ്പെട്ട് അല്ലാഹുവിന്റെ റസൂലിനെ പലസ്തീനിലില്ലേ, നിങ്ങൾക്കറിയില്ല, ഖുദ്സ് പള്ളി, ബൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളിക്ക് മുൻപിൽ ഒരു വലിയ പാറക്കല്ലില്ലേ? ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന പാറക്കല്ലല്ലേ? മിഅ്റാജിന് തങ്ങൾ കയറിപ്പോയ പാറയല്ലേ? അമ്പിയാക്കളൊക്കെ മൃഗത്തെ തളിച്ചിട്ടുള്ള പാറയല്ലേ? ഇപ്പോഴും ആ പാറ അവിടെ കാണാനുണ്ടല്ലോ. ആ പാറപ്പുറത്ത് സ്വർണത്തിന്റെ കിരീടം വെച്ചിട്ട് ഹബീബ് കസേരയിൽ ഇരിക്കുന്നുണ്ട്. തങ്ങൾ അവിടെ ഇരിക്കുകയാ.
മനുഷ്യോൽപത്തി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരേക്കുമുള്ള മനുഷ്യന്മാര് മശ്ശറയിലേക്ക് നടന്നു പോകുന്നത് തങ്ങൾ നോക്കിക്കാണുകയാ. ഓരോ പ്രവാചകന്മാരും അവരെ സമുദായങ്ങളും വരി വരിക്ക് വരികയാ. ഇതൊന്നും പച്ചയായി മുത്തുനബി പഠിപ്പിച്ചതാ. നിന്റെ അറിവിന്റെ മാപ്പിനി കൊണ്ടൊരിക്കലും അളക്കാൻ കഴിയില്ല, കണ്ടുപിടിക്കാൻ കഴിയില്ല. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതൊക്കെ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾക്കുള്ളതാ. ഇതൊക്കെ വിശ്വസിക്കുന്നവന്റെ പേരാമോനെ മുസ്ലിം. ഹബീബ് പഠിപ്പിക്കുകയാ. ഇതൊക്കെ തങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് മക്കക്കാര് പറഞ്ഞത് ഇന്നകല മജ്നൂൻ, നിനക്ക് ഭ്രാന്താ മുഹമ്മദേ, നടക്കൂല മുഹമ്മദേ, ഇതൊന്നും സംഭവിക്കൂല മുഹമ്മദേ. ഇതിനാണ് അവര് മുത്തുനബിനെ ആട്ടിയോടിച്ചത്. ഇത് പറഞ്ഞത് കൊണ്ടാ തങ്ങളെ കല്ലെടുത്തെറിഞ്ഞത്. ഇത് പറഞ്ഞത് കൊണ്ടാ തങ്ങളെ തലക്കവരൊട്ടകം ഇനാം നിശ്ചയിച്ചത്. ഇത് പറഞ്ഞത് കൊണ്ടാ തങ്ങളെ ഊരി വിലക്കിയത്. ഇത് കൊണ്ട് പറഞ്ഞത് കൊണ്ടാ തങ്ങളെ കഴുത്തിൽ കടൽമാല ചാർത്തിയത്. ഇത് പറഞ്ഞത് കൊണ്ടാ അവിടുത്തെ ശരീരത്തിൽ വെട്ടേൽക്കേണ്ടി വന്നത്, അവിടുത്തെ മുൻപല്ല് പൊട്ടിയത്, അവിടുത്തെ കൈവിരലിൽ രക്തം ചീറ്റിയത്. ഇത് പറഞ്ഞത് കൊണ്ടാ ഹബീബ് റസൂലുള്ളാഹ് അവിടുന്ന് പഠിപ്പിക്കുകയാ. ഓരോ പ്രവാചകന്മാരും അവരെ ഉമ്മത്തുകളും ഇങ്ങനെ മശ്ശറയിലേക്ക് പോവുകയാ. ഹബീബ് എന്റെ ഉമ്മത്തിനെ നോക്കുകയാ. ജിബ്രീലിനോട് ചോദിക്കുകയാ, എന്റെ ഉമ്മത്തെവിടെ? ജിബ്രീൽ പറയുകയാ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഉമ്മത്ത് ഏറ്റവും അവസാനമാ. വീണ്ടും ഞാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. കാത്തു നിൽക്കുമ്പോ അല്ലാഹ് വലിയ ഒരു ഉമ്മത്ത് വരുന്നു. ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അതിൽ വലിയ പണ്ഡിതന്മാരുണ്ട്, സാലിഹീങ്ങളുണ്ട്, ഔലിയാക്കളുണ്ട്. അത് എന്റെ ഉമ്മത്താണെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ചോദിക്കുമ്പോ ജിബ്രീൽ പറഞ്ഞു, നബിയേ, അത് മൂസ നബിയാ, അവിടുത്തെ ഉമ്മത്തുകളാ. അങ്ങയുടെ ഉമ്മത്ത് വരുന്നേ ഉള്ളൂ. ഞാൻ മശ്ശറയിലേക്കുള്ള പ്രയാണമാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, തങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാ. എന്റെ ഉമ്മത്തെവിടെ? എന്റെ ഉമ്മത്തെവിടെ? അപ്പോഴാണ് ജിബ്രീൽ ഇങ്ങനെ പൊട്ടിക്കരയുന്നത്. കരയുന്ന ജിബ്രീലിനോട് ചോദിച്ചു, നിങ്ങൾ കരയുന്നതെന്തിനാ? യാ റസൂലല്ലാഹ്, അവിടുത്തെ ഉമ്മത്ത് വരുന്നുണ്ട്, അതുകൊണ്ട് കരഞ്ഞതാ. ലക്ഷക്കണക്കിന് പ്രവാചകന്മാരും അവരെ ഉമ്മത്തുകളും കടന്നുപോയപ്പോ നിങ്ങൾ കരഞ്ഞില്ലല്ലോ. എന്റെ ഉമ്മത്തിനെ കാണുമ്പോൾ കരയുന്നത് എന്തിനാ? യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, മറ്റൊന്നുമല്ല, അങ്ങയെപ്പോലെ ഉമ്മത്തിനോട് കാരുണ്യമുള്ള, ഉമ്മത്തിനോട് സ്നേഹമുള്ള, ഉമ്മത്തിനോട് സങ്കടമുള്ള ഒരു പ്രവാചകരുമില്ല. അങ്ങയുടെ ഉമ്മത്ത് വരുന്ന രൂപം കാണുമ്പോ തങ്ങൾ സഹിക്കൂല. എന്റെ പ്രവർത്തകന്മാരൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, SSFന്റെ പ്രവർത്തകര് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, SYSന്റെ പ്രവർത്തകര് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, മുസ്ലിം സഹോദരന്മാരെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, മക്കളെ, ഏതെങ്കിലും ഒരു പണ്ഡിതനുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടോ? ഏതെങ്കിലും ഒരു ആലിമുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടോ? നിങ്ങൾക്കൊന്ന് ചോദിച്ചുകൂടെ? ഇതൊക്കെ സംഭവിക്കുന്നതാണോ? ഖുർആനിലുള്ളതാണോ?
ഹദീസിലുള്ളതാണോ? ആഖിറം കൊണ്ട് വിശ്വസിക്കുന്നവനല്ലേ മുസ്ലിമാകുന്നുള്ളൂ. നിങ്ങൾക്ക് കേൾക്കണോ? അസ്വാദിഖുൽ മസ്തൂഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് ജിബ്രീൽ പറയുന്നു, നബിയേ, അങ്ങയുടെ ഉമ്മത്ത് 40 കോലത്തിലാണ് വരുന്നത്. അങ്ങയുടെ ഉമ്മത്തിന്റെ കോലം കാണുമ്പോ തങ്ങളത് സഹിക്കൂല. സാക്ഷാൽ പന്നികളെ പോലെ മുഖമുള്ളവരുണ്ട്, കൊരങ്ങുകളെ പോലെയുള്ളവരുണ്ട്, മുഖം കുന്നലത്ത് കുത്തി വലിക്കപ്പെടുന്നവരുണ്ട്, ചുണ്ടും ഒക്കെ മേൽപോട്ട് തൂങ്ങി നടക്കുന്നവരുണ്ട്, അല്ലാ വയറ് വീർത്ത് പൊട്ടിയവരുണ്ട്, കൊടൽമാല മുഴുവനും പുറത്തേക്ക് ചാടിയിട്ട് അതിൽ ആളുകൾ ചവിട്ടി മെതിച്ചുകൊണ്ട് കടന്നു പോകുന്നവരുണ്ട്. ഇതൊക്കെ കാണുമ്പോ തങ്ങള് സഹിക്കൂല. അതോർത്ത് കരഞ്ഞതാ. ഇത് കേൾക്കുമ്പോ നമ്മുടെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് പൊട്ടിക്കരയുകയാ. ഏതെല്ലാം രൂപത്തിലാണ് എന്റെ ഉമ്മത്തിനെ കൊണ്ടുവരുന്നത്. സുബ്ഹാനല്ലാഹ്. ഞാൻ എന്റെ മുസ്ലിമീങ്ങളോട്, മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് അണുമണി തൂക്കം ഈമാന്റെ കണിക തന്റെ കൽബിലുള്ളവരോട് ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ബോധമുണ്ടോ? ഞാനും നിങ്ങളും കേട്ടിട്ടുണ്ട്, അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനാ. പല തെറ്റുകൾ ചെയ്താലും റബ്ബ് പൊറുക്കുന്നവനാ. നബി ഇബാദി അന്നീ അനൽ ഗഫൂർ റഹീം. എന്റെ അടിമകൾക്ക് എന്നെ പറ്റി പറഞ്ഞു കൊടുക്കണം, ഞാൻ വല്ലാതെ പൊറുക്കുന്നവനാ, കരുണ ചെയ്യുന്നവനാ. അതേ, പല തെറ്റുകളും റബ്ബ് പൊറുക്കുമല്ലോ. നിസ്കാരം കൊണ്ട് പാപങ്ങൾ പൊറുക്കുമല്ലോ, ജുമുഅ നിസ്കാരം കൊണ്ട് പാപം പൊറുക്കുമല്ലോ, റമദാനിൽ പാപങ്ങൾ പൊറുക്കുമല്ലോ, ഹജ്ജ് ചെയ്താൽ പാപങ്ങൾ പൊറുക്കുമല്ലോ, ധർമ്മം ചെയ്താൽ പാപങ്ങൾ പൊറുക്കുമല്ലോ. അല്ലാ, മുസ്ലിമീങ്ങളെ, തിരിച്ചറിയാത്ത ഒരു കാര്യമുണ്ട്. മനുഷ്യൻ തെറ്റു ചെയ്താൽ അണുമണി തൂക്കം ജീവിതത്തിൽ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് അതിന്റെ ഖൈറ് കാണാതിരിക്കൂല, അതിന്റെ പ്രതിഫലം കിട്ടാതിരിക്കൂല. അണുമണി തൂക്കം ഷർറ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെയെങ്കിലും ഒരു ളുൽമു ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു പെണ്ണിനോട് കിന്നാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പെണ്ണിനെ കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഹറാം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു പാവപ്പെട്ടവനെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാ, ഏതെങ്കിലും ഒരു അലിമിനെയോ ഒരു സയ്യിദിനെയോ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ, പരിഹസിച്ചിട്ടുണ്ടോ, വേദനിപ്പിച്ചിട്ടുണ്ടോ? ഒരു മുസ്ലിമായ സഹോദരന് നിന്റെ വാക്ക് കൊണ്ടൊരു വേദന വന്നിട്ടുണ്ടോ? നിന്റെ കൈ കൊണ്ട് വേദന വന്നിട്ടുണ്ടോ? ഒരു കല്യാണം മുടക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ദുൽമ് ചെയ്തിട്ടുണ്ടോ? മറന്നു പോകണ്ട. അണുമണി തൂക്കം ഈമാനുള്ളവരോട് ഞാനൊന്ന് പറയട്ടെ, ജീവിതത്തിൽ എന്തെങ്കിലും ഷർറ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു പൊറുത്തു തന്നാൽ തന്നെ, അല്ലാഹ് മാപ്പ് ചെയ്താൽ തന്നെ, തൗബ സ്വീകരിച്ചാൽ തന്നെ, എവിടെയെങ്കിലും വെച്ചിട്ട് പടച്ച റബ്ബ് നിന്നോട് വീട്ടാതിരിക്കൂല.
അള്ളാഹു പൊറുത്തു തന്നാൽ ഒരുപക്ഷെ നിന്നെ നരകത്തിലിടൂല, നരകത്തിലിട്ട് നിന്നെ ശിക്ഷിക്കൂല. അതേ സമയത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് അതിന്റെ തിക്തഫലം നിന്നെ അനുഭവിപ്പിക്കാതിരിക്കൂല. ബുദ്ധിയുണ്ടോ ഞാൻ ചോദിക്കട്ടെ? ഒരു ചെറുപ്പക്കാരൻ കാലച്ചെറുപ്പം മുതൽ തോന്നിവാസിയായി ജീവിക്കുന്നു, എല്ലാ ഹറാമുകളും ചെയ്യുന്നു, എല്ലാ തെറ്റുകളും ചെയ്യുന്നു, ഒരതിര് വരമ്പുമില്ല, ലക്കും ലഗാനുമില്ല, അടിച്ചു പൊടിച്ചു സുഖിച്ച് ജീവിച്ചവനാ. അവസാനം അവൻ തൗബ ചെയ്തവനാ. അതേ സമയത്ത് വേറെ ഒരു മുസ്ലിമോ അവൻ തീരെ ഹറാമ് ചെയ്തിട്ടില്ല, റബ്ബിനെ പേടിച്ചു ജീവിച്ചവനാ. എല്ലാറ്റിനും അവന് പേടിയാ. കണ്ണ് അവൻ നല്ലപോലെ സൂക്ഷിച്ചതാ, അവയവങ്ങളൊക്കെയും സൂക്ഷിച്ച് ജീവിച്ചതാ. ഒരു ഹറാമ് പോലും ചെയ്യാതെ റബ്ബിനെ പേടിച്ചു ജീവിച്ചതാ. റബ്ബിനെ പേടിച്ചുകൊണ്ട് സുഖങ്ങൾ മുഴുവനും ത്യജിച്ചതാ, സൗകര്യങ്ങളൊക്കെയും ഉപേക്ഷിച്ചതാ. ആ നിലക്ക് വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ഒരു മനുഷ്യനും എല്ലാ ഹറാമും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്തിട്ട് ഇഷ്ടം പോലെ അടിച്ചു പൊടിച്ച് ധിക്കാരിയായി ജീവിച്ചവനും ആഖിറത്തിൽ വരുമ്പോ ഒരുപോലെയാകുമോ? അം നജ്അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ. ഭക്തിയോടുകൂടി തഖ്വയോടുകൂടി സൂക്ഷിച്ച് ജീവിച്ചവനെ തമ്മാടികളെ പോലെയാക്കുമോ? ഇല്ല ഇല്ല. ഈ ദുനിയാവിൽ വെച്ച് എന്തെങ്കിലും ഒരു ളുൽമ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അന്യന്റെ മുതലെടുത്തിട്ടുണ്ടെങ്കിൽ, അന്യന്റെ മാനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വെച്ചിട്ട് നിന്റെ റബ്ബ് നിന്നോട് അത് പക വീട്ടാതിരിക്കൂല. ഒരുപക്ഷെ നിന്റെ മരണത്തിന്റെ സമയത്തായിരിക്കും, അല്ലെങ്കിൽ നിന്റെ ഖബറിൽ വെച്ചായിരിക്കും, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയത്തായിരിക്കും, അല്ലെങ്കിലോ മശ്ശറയിൽ നിൽക്കുമ്പോഴാ, വിചാരണയുടെ നേരത്താ, നന്മതിന്മ തൂക്കുമ്പോഴാ, അതിന്റെ പ്രതിഫലം കിട്ടാതെ, അതിന്റെ ശിക്ഷ അനുഭവിക്കാതെ ഉണ്ടാവില്ല. വമൻ യഅ്മൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കും, ഒക്കെ അള്ളാഹു പുറത്ത് എന്നാ കഴിഞ്ഞില്ലേ. ഏത് തെറ്റുകളുള്ള പുറത്താനും സുബ്ഹാനല്ലാഹ്. പരിവാന്റെ സമയം കഴിഞ്ഞ് നിർത്തുകയാണ്. സഹോദരന്മാരെ, വളരെ ശ്രദ്ധിക്കണം. ഞാൻ ആ ഒരൊറ്റ കാര്യം പറഞ്ഞ് നിർത്തുകയാണ്. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട് പ്രവർത്തകന്മാര്, നല്ല സംഭാവനകൾ കൊടുക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്കറിയാം ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവുണ്ട് ഈ പരിപാടിക്ക്. വിരലിൽ എണ്ണാവുന്ന പ്രവർത്തകരാണ്. ഓൺലൈനിലും മറ്റുമൊക്കെ ചെറുപ്പക്കാർ കേൾക്കുന്നുണ്ടാകും, ശ്രദ്ധിക്കുന്നുണ്ടാകും. എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അവരൊക്കെ സഹായിക്കണമെന്ന് ഞാൻ ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ ആവശ്യപ്പെടുകയാണ്. അല്ലാഹു തആലാനോട് നമ്മൾ കുറേ തെറ്റ് ചെയ്ത് പിന്നെ റമദാൻ മാസം വന്ന്, അല്ലെങ്കിൽ സ്വലാത്ത് ഹൽക്ക വന്ന്, അല്ലെങ്കിൽ അതുപോലത്തെ പ്രാർത്ഥനാ സ്ഥലം കെട്ടി നമ്മൾ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താലൊക്കെ പരിഹരിക്കപ്പെട്ടു പോകും. ശരി, അല്ലാഹു പുറത്തു തന്നാൽ നരകത്തിൽ നിന്ന് രക്ഷ കിട്ടും. പക്ഷേ എവിടെയെങ്കിലും വെച്ച് റബ്ബത് വീട്ടാതിരിക്കൂല. ഇതുകൊണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തുകളെ ഈ രൂപത്തിൽ കൊണ്ടുവരുന്നത് കാണുമ്പോ വല്ലാതെ ദുഃഖിച്ചു പോയി. 10,000 കിലോമീറ്ററുകൾ താണ്ടിയിട്ട് സാഹിറ എന്ന ഭൂമിയിലെത്തിയപ്പോൾ, ഈ സാഹിറ എന്ന ഭൂമിയുടെ മശ്ശറയുടെ രൂപം നിങ്ങൾക്കറിയുമോ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ മുതൽ ഖിയാമത്ത് നാൾ വരേക്കുമുള്ള കോടാനുകോടി ജനങ്ങൾ, ആ മനുഷ്യന്മാരെ മുഴുവനും 120 വരികളിലായി റബ്ബ് നിർത്തുകയാണ്. അതിന് ചുറ്റും മനുഷ്യരെക്കാൾ 10 ഇരട്ടിയുള്ള ജിന്നുകളാണ്. അതിൻ്റെ ചുറ്റും പിന്നീട് മറ്റു ജീവികളാണ്. ഈ ഭൂമിയിൽ ഏറ്റവും ന്യൂനപക്ഷം മനുഷ്യരാണ്. മനുഷ്യരെക്കാൾ 10 ഇരട്ടി ജിന്നുകളാണ്.
മനുഷ്യരുടെയും ജിന്നുകളുടെയും 10 ഇരട്ടി കരയിലെ ജീവികളാണ്, അതിനേക്കാൾ 10 ഇരട്ടി കടലിലെ ജീവികളാണ്. ഈ എല്ലാ ജീവികൾക്കും അവിടെ പ്രത്യേകം ആവശ്യമുണ്ട്. കാട്ടിലെ കടുവയും സിംഹവും കാട്ടുമൃഗങ്ങളും എല്ലാം അന്ന് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ജിന്നുകൾക്ക് ചുറ്റും മൃഗങ്ങളാ. ഈ ദുനിയാവിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? മൃഗങ്ങളിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് ചുറ്റുമുള്ള പല മൃഗങ്ങളും അവരുടെ ജീവിതത്തിൽ അക്രമങ്ങളും കയ്യേറ്റങ്ങളും കാണാറില്ലേ? അതേ ശക്തിയുള്ളതായ മൃഗം ശക്തി കുറഞ്ഞ ജീവിയെ ആക്രമിക്കുന്നത് കാണാറില്ലേ? നായകളും പട്ടികളും പരസ്പരം കടിപിടി കൂടുന്നത് കാണാറില്ലേ? കാട്ടതുപോലെ തന്നെ ആടുകളും അതുപോലെ മറ്റു മൃഗങ്ങളും കുത്തുകൂടുന്നത് കാണാറില്ലേ? കോഴികൾ പരസ്പരം കൊത്തുകൂടുന്നത് കാണാറില്ലേ? പക്ഷികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലേ? ഈ എല്ലാ ജീവികളെയും അന്ന് റബ്ബ് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യേതര ജീവികളെ അവർക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ല, മനുഷ്യർക്ക് വേണ്ടി പടച്ചതാണ്. അല്ലെങ്കിൽ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കാൻ വേണ്ടി പടച്ചതാണ്. അതുകൊണ്ടാണ് അവർക്ക് പ്രത്യേകമായ തക്ലീഫുകളോ വിവേകങ്ങളോ ഇല്ല. എങ്കിലും അവർക്കിടയിൽ നീതി നടപ്പാക്കിയിട്ട് ഈ ദിവസത്തിന്റെ നീതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കാൻ എല്ലാ ജീവികളെയും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. കടലിലെ മത്സ്യങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. മനുഷ്യരും ജിന്നുകളും മാത്രമാണ് വിവേകത്തോടു കൂടി സൃഷ്ടിക്കപ്പെട്ടത്. അവർക്ക് വേണ്ടി പടക്കപ്പെട്ടതാണ്. അവർക്ക് പ്രത്യേകം തക്ലീഫുകളും നിയമങ്ങളും ഉള്ളതാണ്. മറ്റു മൃഗങ്ങൾ അങ്ങനെയല്ല. പക്ഷേ പടച്ച റബ്ബിന്റെ മഹ്ശറിൽ ആദ്യം വിചാരണ തുടങ്ങുന്നത് മറ്റു ജീവികളിലാ. സുബ്ഹാനല്ലാഹ്. ഹത്താ യഖീദ ലിൽ ഖറനാഇ മിനൽ ജമ്മായി. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് കൊമ്പുള്ള മൃഗം കൊമ്പില്ലാത്തതിനെ കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബ് അവിടെ നീതി നടപ്പാക്കുന്നത് കൊമ്പില്ലാത്തതിന് കൊമ്പ് കൊടുത്തുകൊണ്ട് അതിന് കൃത്യമായ അളവിൽ ഖിസാസ് എടുക്കുന്നത്. ശക്തിയുള്ളത് ശക്തി കുറഞ്ഞതിനെ പരിക്കേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അല്ലാഹു തിരിച്ച് ശക്തി കൊടുത്തുകൊണ്ട് പ്രതികാരം നടത്തുന്നതാണ്. എല്ലാ ജീവികൾക്കിടയിലും ഈ രൂപത്തിൽ നീതി നടപ്പാക്കി കഴിഞ്ഞാൽ ഈ ജീവികളോട് മുഴുവനും റബ്ബ് പറയും കൂനി തുറാബാ. നിങ്ങൾക്ക് പ്രത്യേക നിയമങ്ങളോ വ്യവസ്ഥകളോ ഇല്ല, നിങ്ങളൊക്കെ മണ്ണായിക്കൊള്ളുക. 10 ജീവികളല്ലാത്ത ജീവികൾ മുഴുവനും ആ സമയത്ത് മണ്ണാവാൻ പോകുന്നു. അപ്പോൾ അതാ ഈ മൃഗങ്ങൾ ആദ്യമായി പടച്ച റബ്ബിന് സുജൂദ് ചെയ്യുന്നു. പക്ഷികളും പറവകളും മൃഗങ്ങളും കാട്ടുജീവികളും വൈറസുകളും ബാക്ടീരിയകളും റബ്ബിന് സുജൂദ് ചെയ്യുമ്പോ മലക്കുകൾ പറയുന്നു, ഇത് സുജൂദിന്റെ സ്ഥലമല്ല, ഇവിടെ പ്രവർത്തനത്തിന്റെ ലോകമല്ല, ഇത് പ്രതിഫലത്തിന്റെ ലോകമാണ്. ഇവിടെ പ്രതിഫലമേ ഉള്ളൂ. ദുനിയാവ് പ്രതിഫലത്തിന്റെ ലോകമല്ല, ഇത് പ്രവർത്തനത്തിന്റെ ലോകമാണ്. ആ സമയത്ത് ഈ ജീവികൾ മുഴുവനും റബ്ബിനോട് പറയുന്നു, അല്ലാഹ് ഞങ്ങൾ അൽഹംദുലില്ലാഹില്ലദീ ലയജ്അൽനാ മിസ്ലക്കും. അല്ലാഹു ഞങ്ങളെ നിങ്ങളെപ്പോലെ ആക്കിയില്ലല്ലോ. വലൽ ജന്നത നർജു വലൽ ഇഖാബ നഖാഫു. ഞങ്ങൾ സ്വർഗ്ഗം ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല, സ്വർഗ്ഗത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല. നരകം ഞങ്ങൾക്ക് പേടിയില്ല, നരകത്തെ തൊട്ട് ഞങ്ങൾ കാക്കേണ്ടതുമില്ല. ഞങ്ങൾ അതിനു വേണ്ടി പഠിച്ചതല്ല. നിങ്ങളെപ്പോലെ മനുഷ്യനെ പോലെ ജിന്നുകളെ പോലെ ഇത്രയും കൊടും വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന നിങ്ങളെപ്പോലെ ഞങ്ങളെ റബ്ബാക്കിയില്ലല്ലോ. ഞങ്ങളത് അവസാനിച്ചല്ലോ എന്ന് ചിന്തിച്ച് സുജൂദ് ചെയ്തതാ.
അതിനുശേഷം സർവമൃഗങ്ങളും മണ്ണായിത്തീരുന്നു. ഈ മണ്ണുകൾ വാരിയിട്ട് സത്യനിഷേധികളുടെ കഴുതാത്തലയിലേക്ക് വലിച്ചെറിയുന്നു. നമ്മുടെ നാട്ടിലൊരു പോത്തോ ഒരു പട്ടിയോ മറ്റു മൃഗമോ ചത്തിട്ട് അത് ചീഞ്ഞ് മണ്ണായി കഴിഞ്ഞാൽ ആ മണ്ണ് തലയിൽ വാരിയെറിഞ്ഞാൽ ഈ മശ്ശറിൽ ഒരുമിച്ചുകൂടിയ കോടാനുകോടി ജീവികളുടെ മണ്ണുകൾ മുഴുവനും സത്യനിഷേധിയായ മനുഷ്യന്റെ കഴുത്തിൽ അവന്റെ തലയിലേക്ക് വലിച്ചെറിയുന്നതാ. അല്ലാഹു തആല നമ്മെ സത്യനിഷേധിയാക്കിയില്ലല്ലോ എന്ന് സമാധാനിച്ചിരിക്കണ്ട. എത്രയെത്ര ആളുകളെയാണ് മരിക്കുന്ന സമയത്ത് അല്ലാഹു ഈമാൻ ഊരിയെടുത്തിട്ടുള്ളത്, കാഫിറായി മരിച്ചു പോയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. പെണ്ണിന് വേണ്ടി മണ്ണിന് വേണ്ടി ഒരു കപ്പ് വെള്ളത്തിന് വേണ്ടി മരിക്കുന്ന സമയത്ത് ഒരു കപ്പ് വെള്ളത്തിന് വേണ്ടി പോലും ഈമാൻ ഉപേക്ഷിക്കുന്നവരില്ലേ, കുഫർ വാങ്ങുന്നവരില്ലേ? അത്തരക്കാരിൽ പെട്ടുപോയാൽ എന്തൊരു ഹതഭാഗ്യരാ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ആ രൂപത്തിൽ അവരൊക്കെ മണ്ണായി തീർന്നാൽ പിന്നെ മനുഷ്യരും ജിന്നുകളുമാണ് ആദ്യം മുത്തുനബിന്റെ ഉമ്മത്തുകളെയാണ് വിളിക്കപ്പെടുന്നത്. ഹബീബായ മുത്തുനബി എവിടെയാ? ജിബ്രീലിനോട് ചോദിക്കുന്നു, ഐന ഹബീബി, എന്റെ ഹബീബായ മുത്തുനബി എവിടെയാണ്? അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയുന്നതോടുകൂടി ചോദിക്കുകയാണ്. ജിബ്രീൽ പറയുന്നു, യാ അല്ലാഹ്, ഹബീബ് വല്ലാത്ത ദുഃഖത്തില് സങ്കടത്തില് അവിടുത്തെ ഉമ്മത്തിന്റെ ദുർഗതിയോർത്തുകൊണ്ട് വലിയ സങ്കടത്തില്. അല്ലാഹു പറയുന്നു, ഖരിബു ഉമ്മത്തഹു, അവിടുത്തെ ഉമ്മത്തിനെ മുന്നോട്ടടിപ്പിക്കുലിൽ അർളിയലിയ, എന്നിലേക്ക് വെളിവാക്കപ്പെടാൻ വിചാരണയ്ക്ക് വേണ്ടി ഉമ്മത്തിനെ ഇങ്ങോട്ടടിപ്പിക്കൂ. ഇവിടെ അങ്ങോട്ട് മുമ്പിലൊക്കെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകളാണ്, അതുവരെ റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് പിറകിലാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി എപ്പോഴും മുന്നിലാണ്. മുത്തുനബിയുടെ ഉമ്മത്തിനെ ഇങ്ങോട്ട് അടുപ്പിക്കാൻ വേണ്ടി പറയലോടുകൂടി ഹബീബ് പൊട്ടിക്കരിഞ്ഞു, വേണ്ട, ഉമ്മത്തിനെ വിചാരണ ചെയ്യണ്ട, നിന്നിലേക്ക് വെളിവാക്കണ്ട. ഈ രൂപത്തിൽ അവരെ രൂപം തന്നെ കണ്ടതു മതി, അത് തന്നെ ശിക്ഷയായിട്ട് മതി. അവര് ചെയ്ത തെറ്റുകൾക്കെമ്പാടും മതി, ഇനി വിചാരണ വേണ്ട. നമുക്ക് വേണ്ടി ഇത്ര പൊട്ടിക്കരയുന്ന ഒരു റസൂൽ, അല്ലാഹ് പറയുന്നു, പറ്റില്ല നബിയേ, ഖരിബു ഉമ്മതക ലിൽ അർളി അലയ്യ, അവിടുത്തെ ഉമ്മത്തിനെ എന്നിലേക്ക് അടുപ്പിക്കൂ. വീണ്ടും വീണ്ടും പടച്ച റബ്ബ് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എനിക്കൊന്ന് സാവകാശം തരണം, ഞാനിപ്പോ ആദമിനെ ഒന്ന് കണ്ടോട്ടെ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തെരഞ്ഞു പിടിച്ചിട്ട് നമ്മുടെ മുത്തുനബി ആദം നബിയോട് പറയുന്നു, ഉപ്പാ, ഇവര് നിങ്ങളെ മക്കളാ, ഞാനിവരെ പ്രവാചകരാ, നിങ്ങൾ ഇവരെ മുഴുവനും ഉപ്പയാണ്, ഞാൻ ഇവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകരാണ്. നഹ്നു നഖ്സിമു ദുനൂബഹും, ഇവരെ തെറ്റുകളൊക്കെ നമുക്ക് അങ്ങേറ്റെടുക്കാം. അവരെ റബ്ബിന്റെ അരികിലേക്ക് വിചാരണയ്ക്ക് വെളിവാക്കണ്ട. അവര് ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് അങ്ങേറ്റെടുത്തൂടെ, വിഹിതിച്ചെടുത്തൂടെ. നിങ്ങൾ ഉപ്പയല്ലേ? ആദം നബി അലൈഹിസ്സലാം, ഇല്ല ഇല്ല, നിങ്ങൾക്ക് തൗറാത്ത് അറിയില്ലേ, നിങ്ങൾക്ക് ഖുർആൻ അറിയില്ലേ? ഫഅസാ ആദമു റബ്ബഹു വഗവാ, ആദം നബിക്ക് ചില സംഭവിച്ചു പോയി എന്ന് ഖുർആനിലില്ലേ? ഞാൻ എൻ്റെ കാര്യം തന്നെ ബേജാറിലാണ്, എനിക്ക് പറ്റില്ല.
ആദം നബി പറ്റില്ലാന്ന് പറയലോടുകൂടി നമ്മുടെ ഹബീബ് മുത്തുനബി രണ്ട് കൈയും പെരടിയിൽ വെച്ചിട്ട് വാ ഉമ്മത്താ, ഉമ്മത്തിനെ ഓർത്ത് കരയുകയാ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ഒഴിഞ്ഞതോടുകൂടി തങ്ങൾ വല്ലാത്ത ബേജാറില. മുസ്ലിമീങ്ങളെ, അസ്വാദിഖുൽ മസ്തൂഖ് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി അതിനുശേഷമാണ് വിചാരണ കടുപ്പിക്കുന്നത്. എത്രയെത്ര സംഭവങ്ങൾ പറയാനുണ്ട്. ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ. ഈ മശ്ശറ ഭൂമികയിൽ യഥാ 720 വരികളിലായി മനുഷ്യന്മാരെ നിർത്തപ്പെടുമ്പോ ആവനാഴിയിൽ അമ്പ് കുത്തി തിരികിയതുപോലെ അത്രയും തിരികെ കുത്തിയിട്ട ജനങ്ങൾ നിൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ആദ്യമായി മഹ്ശറിലേക്ക് സൂര്യനെ കൊണ്ടുവരുന്നുണ്ട്. അതുവരെ കൂരിരുട്ടാണ്. കൂരിരുട്ടുള്ള മഹ്ശറിലേക്ക് സൂര്യനെ കൊണ്ടുവരുമ്പോൾ ഈ ഇന്നുള്ള സൂര്യൻ അറിയില്ലേ, ഇന്നുള്ള സൂര്യനേക്കാൾ ഈ 360 ഇരട്ടി വലിപ്പമുള്ള സൂര്യനാണ് ഇന്ന്. സൂര്യന് ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലിപ്പമാണ്. 133 ഇരട്ടി ഭാരമാണ്. 106 ലക്ഷം ഇരട്ടി അതാ വ്യാസമുള്ള ഈ സൂര്യൻ ഈ ഭൂമിയേക്കാൾ അത്രയും വലിപ്പമുള്ള സൂര്യന്റെ 360 ഇരട്ടിയിലധികം വലിപ്പത്തിലാണ് കൊണ്ടുവരുന്നത്. എല്ലാം തങ്ങൾ പറഞ്ഞതാ. ഇന്ന് സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്ന താപത്തിന്റെ ചൂടിന്റെ 120 കോടിയിൽ ഒരു അംശമാണ് ഈ ഭൂമിയിലേക്ക് എത്തുന്നത്. എന്നാൽ ആ സൂര്യന് ഇപ്പോൾ പ്രസരിക്കുന്ന ചൂടിന്റെ 360 ഇരട്ടി ചൂടാണെന്ന് സൂര്യനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആ സൂര്യൻ ഇന്ന് ഉദിക്കുന്നത് 9,29,00,000 മൈൽ ഉയരത്തിലാണ്. അത് ഒരു ചാണകലത്തിൽ ഉദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൈ നീളമുള്ള ഒരാൾ കൈ കൊണ്ടുയർത്തിയാൽ സൂര്യന്റെ പ്രതലത്തിൽ തട്ടും പ്രകാരം സൂര്യനെ അടുപ്പിച്ച് നിർത്തുമ്പോൾ ആ സൂര്യനെ കൊണ്ടുവരുന്നതോടുകൂടി മശ്ശറയിലുള്ള കോടിക്കണക്കിന് ആളുകളെ കഴുത്തുകളൊക്കെ കുഴഞ്ഞു പോയി, തളർന്നു പോയി. നിങ്ങൾ കണ്ടില്ലേ, കൊടും വേനലിൽ തെങ്ങിന്റെ പട്ട ഒടിയുന്നത് പോലെ, വാഴകൾ ഒടിയുന്നത് പോലെ, കവുങ്ങുകൾ ഒടിഞ്ഞു പോകുന്നത് പോലെ മനുഷ്യന്മാരെ കഴുത്ത് മുഴുവനും ഒടിഞ്ഞു പോയി. വിയർപ്പതായി 70ഓളം മുഴം ആഴത്തിലേക്ക് ഈർന്നിറങ്ങിപ്പോയി. അതാ മനുഷ്യന്റെ തെറ്റിന്റെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്നു. അന്നൊരാൾക്കും ഒരു തുള്ളി വെള്ളമില്ല. അന്ന് വെള്ളം കിട്ടുന്ന ഒരു കൂട്ടരുണ്ട്. അതാരാണെന്നറിയോ? കാലച്ചെറുപ്പത്തിൽ കുട്ടികൾ മരിച്ചു പോയിട്ടുള്ള മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും. ആ ചെറിയ കുട്ടികൾ പ്രത്യേകം പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് അവരെ മാതാപിതാക്കളെ തേടിപ്പിടിച്ചു കൊടുക്കുമെന്ന് ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്തവര് മുഴുവനും തളർച്ചയില. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞൊരൊറ്റ വാക്കുകൂടി പറയട്ടെ. മൂസ നബിയോട് പടച്ച റബ്ബ് പറഞ്ഞതറിയുമോ? മൂസ നബിയേ, ഞാനും നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്നോട് അടുക്കുന്നത്, എനിക്ക് നിങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നുന്നത് നിങ്ങൾ തൗറാത്ത് വാങ്ങാൻ വന്നപ്പോഴല്ല, ചെങ്കടൽ നിങ്ങൾ പിളർത്തിയപ്പോഴല്ല, അത്ഭുതം നിങ്ങൾ കാണിച്ചപ്പോഴല്ല. 3 ദിവസം കൊണ്ട് 1,40,000 തിയറികളാണ് മൂസാ നബിക്കുള്ള വഴി അറിയിച്ചത്. അപ്പോഴല്ല, എനിക്ക് നിങ്ങളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത്, എനിക്ക് നിങ്ങളോട് ഏറ്റവും അടുപ്പമുണ്ടായത് മുഹമ്മദ്, എന്റെ ഹബീബ് മുത്തുനബിയുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുമ്പോഴാ, ഹബീബിന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുണ്ടുകൾ ചലിക്കുമ്പോഴോ,
നാവുകൾ ചലിക്കുമ്പോഴോ എൻ്റെ ഹബീബ് മുത്തുനബിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴോ സ്വലാത്ത് ചെല്ലുമ്പോഴോ നിങ്ങളും ഞാനും ഏറ്റവും കൂടുതൽ അടുക്കുന്നതും സ്നേഹമുണ്ടാകുന്നതും. അതുകൊണ്ട് ഇദാറത്ത് ഈ ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് ദാഹം വരാതിരിക്കാൻ, അന്ന് ദാഹം വരാതിരിക്കാൻ, അന്ന് ക്ഷീണം വരാതിരിക്കാൻ, അന്ന് തളരാതിരിക്കാൻ, ഖിയാമത്ത് നാളിന്റെ തളർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ താല്പര്യമുണ്ടോ? അക്സിരി സ്വലാത്ത് അലൻ നബി മുഹമ്മദി, ഹബീബ് മുത്തുനബിയുടെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ചോ, വർദ്ധിപ്പിച്ചോ, സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചോ. മൂസ നബിയോട് റബ്ബ് വഹിയറിയിച്ചത് ഇമാം ഖുശൈരി തന്റെ റിസാലയിൽ രേഖപ്പെടുത്തിയത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഇജാബത്തുള്ള സദസ്സിൽ അള്ളാഹു നമ്മുടെ സദസ്സ് ഉൾപ്പെടുത്തി തരട്ടെ. സമയം വൈകിയാണ്, അപ്പോൾ മശ്റയിലേക്ക് അങ്ങ് എത്തിയിട്ടേ ഉള്ളൂ. ഇനി എന്തെല്ലാം സംഭവിക്കാനുണ്ട്. 1, 2, 3, 4 ദിവസം പറഞ്ഞാൽ അവസാനിക്കുന്നതല്ല മക്കളെ ഈ മശ്റ. ഇതൊക്കെയാണ് മനുഷ്യൻ പഠിക്കേണ്ടത്. ഈ ഇൽമാണ് മനുഷ്യനിൽ നിന്ന് ഉയർത്തപ്പെട്ടു പോകുന്നത്. ഈ ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഇൽമുകൾ ഉയർത്തപ്പെടും എന്ന് പറഞ്ഞത് ഈ രൂപത്തിലുള്ള ഇൽമുകളാണ്. ഈ ഇൽമു ഇവിടെ ഉണ്ടാകുമ്പോഴേ ഈമാൻ നിലനിൽക്കൂ. ഇൽമു പ്രസവിക്കുന്ന കുട്ടിയാണ് ഈമാൻ. അപ്പോൾ ഇൽമു ഉയർത്തപ്പെട്ടു പോയാൽ പിന്നെ ഈമാൻ എന്ന കുട്ടി ലോകത്തുണ്ടാവില്ല. അതാണ് ഇൽമു നശിക്കുകയല്ല, ഇൽമു ഉയർത്തപ്പെട്ടു പോവുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. സഹോദരന്മാര് വളരെ ദൂരെയും യാത്ര ചെയ്യാനുണ്ട്, അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല തൗഫീഖ് ചെയ്താൽ ഒരിക്കൽ നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ, നമ്മെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും അടുത്തേക്ക് വരിക. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ളതാ, തങ്ങളെ മേലുള്ള സ്വലാത്തിന്റെ വാർഷികമാ. ഇത് തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാ, തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സാ, തങ്ങളെ പൊരുത്തത്തിന് വേണ്ടിയിട്ടുള്ളതാ. തങ്ങളാണ് നമുക്ക് ഏക പ്രതീക്ഷയുള്ളത്. അതുകൊണ്ട് ഓർത്തിട്ട് തങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും സദക്ക തരണം. ഇത് മുത്തുനബിക്ക് വേണ്ടിയിട്ടുള്ളതാ. കേവലം 10, 50, 100 ഒന്നും ആക്കണ്ട. അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടിയിട്ടാണ് എന്ന ബോധത്തോട് നിങ്ങൾ കൊടുത്താൽ അത് വലിയ കാര്യമാണ്. അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഇജാബത്തുള്ള സദസ്സിൽ അള്ളാഹു നമ്മുടെ സദസ്സ് ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാവരും ഉറക്ക വിട്ടുള്ളവരൊക്കെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ദുആ നടത്തിയതിന് ശേഷമേ പോകാൻ പാടുള്ളൂ. എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന സദക്ക എല്ലാവരും ഒരു സഹോദരൻ പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ തങ്ങളുപ്പാപ്പൻ്റെ കയ്യിൽ അല്ലേ. എല്ലാവരും തങ്ങളുപ്പാപ്പ, ഞാൻ തങ്ങളുപ്പാപ്പാനെ കണ്ടിട്ടില്ലായിരുന്നില്ല. എല്ലാവരും ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ കയ്യിൽ കൊടുക്കുക. എല്ലാവരും വരി, പെട്ടെന്ന് തന്നെ വരി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സ്വല്ലല്ലാഹു
عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. ബഹുമാനപ്പെട്ട തങ്ങൾ ഉപ്പാപ്പ ദുആ ചെയ്യും. സഹോദരന്മാരെ, നമ്മുടെ സംഘകുടുംബം പ്രവർത്തകന്മാരെ പരിപാടിയാണ് നാളെ. ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട ഷാക്കിർ ബാക്കവി മമ്പാടാണ്. ഞാൻ തന്നെ 300ഓളം കിലോമീറ്റർ യാത്ര ചെയ്താണ് വന്നത്. എന്നേക്കാളും ദൂരത്തുള്ള ആളാണ് ഷാക്കിർ ബാക്കവി മമ്പാട് എന്ന് പറയുന്നത്. അപ്പം അവരൊക്കെ നേരത്തെ തന്നെ യാത്ര ചെയ്ത് ഇവിടെ എത്തില്ലേ. ചിന്തിച്ചാൽ വലിയ അത്ഭുതമാണ്. 10-18 മണിക്കൂർ യാത്ര, 2 മണിക്കൂർ പ്രസംഗം. അപ്പോൾ അത്രയും ദൂരെ യാത്ര ചെയ്ത് വരില്ല. അപ്പോൾ ഷാക്കിർ ബാക്കവി വരും, നല്ല വഴത് പറയും. അപ്പോൾ നിങ്ങളൊക്കെ നേരത്തെ തന്നെ സജീവമായി ഇവിടെ പങ്കെടുക്കണം, എല്ലാ അർത്ഥത്തിലും സഹകരിക്കണം. അള്ളാഹു നമുക്ക് ഈമാനി ഏറ്റിത്തരട്ടെ, നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ, ആഖിറത്തിൽ അള്ളാഹു നമ്മളെ വഷളാക്കാതെ രക്ഷപ്പെടുത്തി തരട്ടെ. ഹബീബിൻ്റെ പൊരുത്തം നമുക്ക് അള്ളാഹു തരട്ടെ. ഹബീബ് അവിടുത്തെ പദത്ത് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹബീബിൻ്റെ കുടുംബത്തിൽപ്പെട്ട അഹ്ലു ബൈത്തുകളാണ് അവർ, നമുക്ക് ഏക അവലംബമാണ്. അള്ളാഹു അവരുടെയൊക്കെ പൊരുത്തവും ഗുരുത്വവും നമുക്ക് നൽകുമാറാവട്ടെ. ആഖിറത്തിൽ 3 കൂട്ടർക്ക് തങ്ങൾ പ്രത്യേകം പരിഗണന. ഒന്ന്, മൻ അഹ്യാ സുന്നത്തി, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് ഹയാത്താക്കുന്നവർക്ക് മശ്ശറിൽ മുത്തലിൽ പ്രത്യേകം പരിഗണനയാണ്. 2, വൽ മുക്സിറു അലയ്യ മിനസ്സലാ, എൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നവർ. മറ്റൊന്ന്, മൻ ഫറജ മിൻ ഖുർബത്തൻ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും വിഷമിച്ചവൻ്റെ വിഷമം തീർത്തു കൊടുക്കുന്നവൻ. ഒരു പാവപ്പെട്ടവൻ എന്തെങ്കിലും വിഷമത്തിൽ രോഗസംബന്ധമായിട്ടോ ഏതെങ്കിലും വിഷയത്തിൽ വിഷമിച്ചവൻ്റെ ആ വിഷമം മനസ്സിലാക്കി അവനെ സ്വാന്തനപ്പെടുത്തുന്നവൻ. ഈ 3 പേർക്കും മുത്തുനബി മശ്ശറിൽ പ്രത്യേകം പരിഗണന നൽകി രക്ഷപ്പെടുത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. തങ്ങളുപ്പാപ്പാൻ്റെ സമ്മതപ്രകാരം ഞാൻ വായിക്കുന്നത്, അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا സർവാധിനാഥനായ അല്ലാഹുവേ, നിന്റെ ഹബീബായ മുത്തുനബിയെ തവസ്സുലാക്കി ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. അവിടുത്തെ അഹ്ലു ബൈത്തിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. ഞങ്ങളാക്കിയ ഞങ്ങളെ മശായിഖുമാരെ ഹക്ക് കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു. ഇതുവരെ ഞങ്ങൾ പറഞ്ഞ ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട് ചോദിക്കുന്നു. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പരിശുദ്ധ അർവാഹുകളെ ഹക്ക് കൊണ്ട് ചോദിക്കുന്നു. ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തിയ കൈകൾ ഖായിബാക്കല്ലേ അല്ലാഹ്. നീ ഒന്ന് കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് പൊറുത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നീ പൊരുത്തപ്പെട്ട സൽജനങ്ങളായ അടിയാറുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണേ അല്ലാഹ്. ദുനിയാവിലെന്ത് നേടിയാലും ഇല്ലെങ്കിലും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ദുനിയാവെന്ന് കണ്ണടയ്ക്കുമ്പോൾ ഹബീബിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് നിറഞ്ഞ ഈമാനോടെ കലിമ ചൊല്ലി മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ പെടുത്തണേ അല്ലാഹ്. ആ ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് തന്ന നിഅമത്തുകൾ നിലനിർത്തി തരണേ അല്ലാഹ്. ആഫിയത്ത് തരണേ അല്ലാഹ്. ഒരാളെ മുമ്പിലും വഷളാക്കല്ലേ അല്ലാഹ്. നിങ്ങളെ മാതാപിതാക്കൾ, മശായിഖുമാര്, ഉസ്താദുമാര്, ഭാര്യമാര്, സന്താനങ്ങൾ, ഭർത്താക്കന്മാര്, സ്നേഹിതന്മാര്, സുഹൃത്തുക്കള്, ബന്ധുക്കള്, കുടുംബങ്ങള്, ഞങ്ങളെ കണ്ണിലുണ്ണികളായ ഞങ്ങളെ ശിഷ്യന്മാർ, പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, റബ്ബേ ഞങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്നവർ, ഞങ്ങൾ നിന്റെ ദീനിൻ്റെ ഖാദിമീങ്ങളാണെന്ന് കരുതി ഞങ്ങൾക്ക് പലതും തരുന്നവർ, ഞങ്ങൾക്ക് പല ഖിദ്മയും ചെയ്യുന്നവർ, നീ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. തവ്വാബീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. നിന്നറിഞ്ഞവരിൽ പെടുത്തണേ അല്ലാഹ്. നിനക്ക് ശുക്ർ ചെയ്യുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. നിന്റെ പൊരുത്തമുള്ളവരിൽ പെടുത്തണേ